കഴിയുന്നതും നിങ്ങൾ ഈ ക്ലാസ്സിൽ മൈക്ക് ഓൺ ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാലോ കുറെ അധ്യാപകർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ മൈക്ക് ഓൺ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഒരിക്കൽ കൂടി വിദ്യാവീതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഞങ്ങളുടെ വിദ്യാവീതിയുടെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട 4ാമത്തെ ബാച്ചിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് നമ്മൾ പൊതുവിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇപ്പൊ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് കൊണ്ട് കേട്ടറ്റോ സീറ്ററ്റോ ഏതെങ്കിലും എല്ലാ അധ്യാപകരും നിർബന്ധമായും പാസ്സായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ സാധുതയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇപ്പോ പല ഗ്രൂപ്പുകളിൽ നിന്നും പല പത്ര മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് എന്തായാലും വേണം. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്കിപ്പോ ഒരു സീറ്ററ്റ് പരീക്ഷ വിളിക്കുകയും ചെയ്തു. അപ്പം ഈ കേട്ടറ്റ് പരീക്ഷയും സീറ്ററ്റ് പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്ത്, അതുപോലെ നമ്മുടെ കേട്ടറ്റ് പരീക്ഷയുടെ നമ്മുടെ ആദ്യത്തെ ബാച്ച് മുതൽ ഈ 4ാമത്തെ ബാച്ച്, ഇന്ന് തുടങ്ങുന്ന 4ാമത്തെ ബാച്ച് വരെയുള്ള ബാച്ചുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതിൽ പരീക്ഷ എഴുതാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മുതലായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. 2012 കേട്ടറ്റ് പരീക്ഷ ആരംഭിച്ച കാലം മുതൽ ഇന്ന് വരെ സജീവമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ വിദ്യാവീതി എന്ന് പറയുന്ന ഈ സ്ഥാപനം 5 വർഷം മുകളിലായി നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്, പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൽ ഏത് കാറ്റഗറി എന്നൊന്നില്ല. ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്, ഒരു ആമുഖ ക്ലാസ് ആണ്. കേട്ടറ്റും സീറ്ററ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ ഞങ്ങളുടെ 4ാമത്തെ ബാച്ച് ക്ലാസിന്റെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ആമുഖ ക്ലാസ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. അല്ലാതെ വെറുതെ നിങ്ങൾ എന്താണ് ഒരു ചുമ്മാ ഒന്ന് എറിഞ്ഞേക്കാം എന്ന് കരുതി എറിഞ്ഞിട്ട് കാര്യമില്ല. ആ ഏറിൽ എന്ത് ചെയ്യണം, മാങ്ങ വീഴണം. അല്ലാതെ നമ്മൾ വെറുതെ ചുമ്മാ കല്ല് പെറുക്കി എറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വട്ടന്മാരാണെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു തുടക്കം, ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു ലിങ്ക് നമ്മുടെ ഈ അഡ്മിഷൻ എടുത്ത 73 കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ പല ഗ്രൂപ്പുകളിലും 1000ങ്ങളും 900ങ്ങളും 800കളുമുള്ള ഒരുപാട് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരം ഞങ്ങളുടെ ഈ 4ാമത്തെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന 73 പേരെ കൂടാതെ 103 പേരോളം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന നിങ്ങളുടെ ഈ സമയം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നല്ല സമയമാക്കി ഞാൻ മാറ്റിത്തരും. കാരണം നിങ്ങളുടെ ഈ കേട്ടറ്റും സീറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പൂർത്തീകരിച്ചു തരും. എനിക്കറിയാവുന്നത് പോലെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഒരു എന്താ പറയുക സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു ആമുഖം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കൂട്ടത്തില് മറ്റുള്ളവർക്ക് കൂടി സഹായകരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത് എന്തിരിക്കുന്നത്, പൊതുവായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയെങ്കിൽ വിദ്യാവീതിയുടെ ഈ ക്ലാസ് കൊണ്ട് ഞങ്ങൾ വിജയിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ വിജയിച്ചില്ല. അപ്പൊ അത് നിങ്ങൾക്ക് അവസാനം നിങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ഫീഡ്ബാക്ക് ഞങ്ങൾ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇന്ന് ഞങ്ങളുടെ 4ാമത്തെ ബാച്ചിന്റെ ആരംഭമാണ്. കേട്ടറ്റ് കാറ്റഗറി 1, കേട്ടറ്റ് കാറ്റഗറി 2 എന്നിവ മാത്രമാണ്. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 4ലെ ജനറൽ വിഷയങ്ങൾ, ഇത് 3 മാത്രമാണ് ഞങ്ങൾ ഈ ബാച്ചിൽ കൊടുക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കോഴ്സിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞങ്ങൾ കേട്ടറ്റ് കാറ്റഗറി 1, കേട്ടറ്റ് കാറ്റഗറി 2, കേട്ടറ്റ് കാറ്റഗറി 4 എന്നീ 3 വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കേട്ടറ്റിന്റെ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതിലിപ്പോ നമ്മൾ അഡ്മിഷൻ എടുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 1ലാണെങ്കിൽ അത് ശരിക്കും LP UP നിയമനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. LP UP അതിന് നമുക്കൊരു സർക്കാർ ഉത്തരവുണ്ട്. ഒരുപാട് പേരുടെ സംശയങ്ങളാണ് അത് നമ്മളിവിടെ മാറ്റി തരുന്നത്. നിങ്ങൾക്കറിയാം, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. 9/3/2018 1866/829/J 3/17 പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്പർ സർക്കാർ പരിപത്രം അനുസരിച്ച് 4ാമത്തേത് വായിക്കുക. കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അതായത് കേട്ടറ്റ് കാറ്റഗറി 1 അല്ലെങ്കിൽ കാറ്റഗറി 2
ഇത് നിങ്ങളോട് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കുറെ പേര് UPSC പരീക്ഷ എഴുതി പാസ്സായ അല്ലെങ്കിൽ അതായത് എന്താണ് UP-യിലേക്ക് നിയമനം നേടിയപ്പോ അവർക്ക് കേട്ടറ്റ് 1 ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കേട്ടറ്റ് 1 ഇല്ല 2 ഇല്ല, പക്ഷെ അവർ പഠിപ്പിക്കുന്നത് UP-യിലാണ്. അപ്പൊ അവർക്കൊരു സംശയം, UPSC ആയിട്ടുള്ള ഒരാൾക്ക് കേട്ടറ്റ് 1 എഴുതിയെടുത്താൽ മതിയോ എന്നാണ്. അല്ലെങ്കിൽ UP-യിലെ ഒരു പ്രധാന അധ്യാപകന്റെ നിയമനത്തിന് ഈ പറയുന്ന കേട്ടറ്റ് 1 മതിയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഇവിടെ വരുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1ഓ 2ഓ ഇതിൽ ഏതെങ്കിലും വിജയിച്ചാൽ എന്ത് ചെയ്യാം? LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കേട്ടറ്റ് കാറ്റഗറി 2 വിജയിക്കുന്നവരെ കാറ്റഗറി 3 വിജയിക്കുന്നവരെ 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് BEd ഉള്ളവർക്കാണ് ഈ കേട്ടറ്റ് കാറ്റഗറി 3 എഴുതാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BEd-ൽ നിങ്ങൾ പഠിച്ച വിഷയം ഏതാണോ ആ വിഷയത്തിനുമായി ബന്ധപ്പെട്ടത് വേണം നിങ്ങൾ കാറ്റഗറി 3-ൽ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാറ്റഗറി 3 അത് പാസ്സായിട്ടുണ്ടെങ്കിൽ UP സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പോ UP-യിൽ പഠിപ്പിക്കുന്ന ഒരു BEd ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 2 എഴുതേണ്ടി വരില്ല, കാറ്റഗറി 3 മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെറ്റ് സെറ്റ് MPhil PhD MEd അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു സ്പഷ്ടീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. അത് ശരിക്കും നമ്മുടെ സർക്കാർ, ബഹുമാനപ്പെട്ട സർക്കാർ ഇറക്കിയേക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതൊന്നും ഇതുവരെ ഒഴിവാക്കിയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ പലരും പറയുന്നു, അവര് പറയുന്നു, ഇവര് പറയുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു യോഗ്യതകളൊന്നും അല്ല ഇതൊന്നും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അത് ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പ്രൊമോഷനോ മറ്റു കാര്യങ്ങൾക്കോ തുടർന്നുള്ള പഠിപ്പീരിനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ നമ്മുടെ സർക്കാരിന്റെ ഒരു കൃത്യമായ സ്പഷ്ടീകരണം എന്തായാലും ഉടനെ തന്നെ ഇറക്കും. അതുവരെ നമ്മൾ കാത്തിരിക്കുക. പിന്നെ അടുത്തത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് CTET പ്രൈമറി സ്റ്റേജ് പാസ്സായിരിക്കുന്നവരെ കേട്ടറ്റ് കാറ്റഗറി 1-ൽ നിന്നും CTET എലമെന്ററി സ്റ്റേജ് പാസ്സാക്കിയിരിക്കുന്നവരെ കേട്ടറ്റ് കാറ്റഗറി 2-ൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. അത് ഞാൻ തുടർച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. CTET-ന് നമുക്ക് ശരിക്കും ഈ പറയുന്ന NCTE പ്രകാരം 2 ലെവൽ പരീക്ഷകളാണ് നടത്തുന്നത്. അതൊന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേജും, രണ്ടെന്ന് പറയുന്നത് എലമെന്ററി സ്റ്റേജും. അതിൽ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്ന CTET 1 ആണ്. അത് കാറ്റഗറി 1-ന് തത്തുല്യമാണ്. അതുപോലെ തന്നെ CTET 2 എലമെന്ററി സ്റ്റേജ് എന്ന് പറയുന്നത് കാറ്റഗറി 2-ന് തത്തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കാറ്റഗറി 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാറ്റഗറി 2 എന്ന് പറയുന്നത് LP UP നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചിലരുണ്ട്, അവർക്ക് കാറ്റഗറി 1 ഉണ്ടാവും, പക്ഷെ അവർ UP-യിലായിരിക്കും പഠിപ്പിക്കുക. അപ്പൊ ഇനി പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് കരുതി 2 എഴുതുന്നതുകൊണ്ട് അവരെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് ഇനി ഇതുപോലെയുള്ള ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അന്നേരം ഓടേണ്ട കാര്യമില്ല. സമയത്ത് അതിന് മുമ്പേ തന്നെ എഴുതിയെടുത്തേക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ കാറ്റഗറി 1, ഈ കാറ്റഗറി 1-ൽ നമുക്ക് നിലവിൽ 5 വിഷയങ്ങളാണ് വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം, നമ്മുടെ കുട്ടികളും കേട്ടോണം, പുറത്ത് ഇതായിട്ട് ബന്ധപ്പെട്ട് അറിയാത്തില്ലാത്തവരും കേട്ടോണം. നമുക്ക് മുഴുവൻ 5 വിഷയങ്ങളാണ് കാറ്റഗറി 1-ലുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് സൈക്കോളജി പെഡഗോജിയാണ്. അതിന് നമുക്ക് 30 മാർക്കാണ്. അതുപോലെ രണ്ടാമത്തേത് മാത്സ്, അതിനും 30 മാർക്ക്. പിന്നെ EVS 30 മാർക്ക്, മലയാളം 30 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്. അങ്ങനെ ആകെ 150 മാർക്കിലാണ് കേട്ടറ്റിന്റെ പരീക്ഷ നടക്കുന്നത്. ഇത് CTET-ഉം അതുപോലെ തന്നെയാണ്, യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ഞാൻ താഴേക്ക് പോരുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1-ൽ പഠിക്കേണ്ടത് സൈക്കോളജി പെഡഗോജി, പിന്നെ മാത്സ്, EVS, മലയാളം, ഇംഗ്ലീഷ്. അതിന് നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്ന ബാച്ചിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് EVS-ൽ നിന്നാണ്. കാരണം നമുക്ക് 4 ബാച്ചുകൾ, ഇപ്പം 3 ബാച്ചുകൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. 4ാമത്തെ ബാച്ച് പുതിയതായതുകൊണ്ട് ആദ്യത്തെ ബാച്ചും അവസാനത്തെ ബാച്ചും ചേർത്ത് നമ്മൾ തിങ്കളാഴ്ച മുതലാണ് ക്ലാസ്സുകൾ EVS-ൻ്റെത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഇതിന്റെ അകത്ത് 150 ചോദ്യങ്ങളിൽ ഈ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ 150 ചോദ്യങ്ങളിലും നമുക്ക് എഴുതാവുന്നതാണ്. ഒരെണ്ണം തെറ്റിപ്പോയെന്നോർത്തുകൊണ്ട് ആ ഒരു മൈനസ് മാർക്ക് വരുന്ന ഒരു പരിപാടിയൊന്നും നമ്മുടെ കേട്ടറ്റിന് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഈ 150 ചോദ്യങ്ങൾ ഇതൊരു മിഠായി പറക്കൽ പരീക്ഷ പോലെയാണ്. നമ്മൾ ഈ ഓണത്തിനും അതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മിഠായി പെറുക്കൽ ഒരു കളി ഉണ്ടല്ലോ, അതുപോലെയാണ്. കാരണം 150 മിഠായികൾ നമ്മളുടെ മുമ്പിലേക്ക് പല കളറിലുള്ളത്
പല വലിപ്പത്തിലുള്ളത് പല രീതിയിലുള്ളത് നമ്മുടെ മുമ്പിലേക്ക് ഇടും. എങ്ങനെ? സൈക്കോളജി ആയിട്ടും മാത്സ് ആയിട്ടും EVS ആയിട്ടും മലയാളമായിട്ടും ഇംഗ്ലീഷ് ആയിട്ടും. ഇങ്ങനെ ഇടുന്ന ഈ മിഠായികളിൽ ജനറൽ കാറ്റഗറിക്കാർ 90 എണ്ണം പെറുക്കിയെടുക്കും. അതുപോലെ SC, ST, OBC, OEC ഈ വിഭാഗത്തിലുള്ളവര് 82 എണ്ണം പെറുക്കിയെടുക്കണം. പിന്നെ മറ്റ് PWD ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉള്ളവര് അവർക്ക് 75 മാർക്കും മതി. അപ്പൊ ജനറൽ കാറ്റഗറിക്കാർക്ക് ജയിക്കാൻ 90 മാർക്ക് വേണം. SC, ST, OEC, OBC കാർക്ക് ജയിക്കാൻ 82 മാർക്ക് വേണം. ആകെ 150 ചോദ്യങ്ങളും ഉണ്ടാവും. വ്യക്തമാണോ? വ്യക്തമാണെങ്കിൽ ഒരു തമ്പിടാം. യെസ്. ഇനി നമുക്ക് കാറ്റഗറി 2വിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരും. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരും. അതായത് സൈക്കോളജി പെഡഗോജി, അത് കാറ്റഗറി 1ൽ പഠിക്കുന്ന സെയിം സിലബസ് സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മൾ കാറ്റഗറി 2വിലും പഠിക്കുന്നത്. ഇനി കാറ്റഗറി 2വിന്റെ അകത്ത് വരുമ്പോൾ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു വിഷയമാണ്. ഇത് നമ്മളിപ്പോ BEd പഠിച്ചത്, ഞാനിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആരാണ് ശില്പ ടീച്ചർ BEdൽ പഠിച്ചത് ചിലപ്പോൾ സോഷ്യൽ സയൻസ് ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കാറ്റഗറി 2വിന്റെ പരീക്ഷ എഴുതുമ്പോൾ സോഷ്യൽ സയൻസ് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും. കാരണം UP വിഭാഗങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളെല്ലാം ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ നമ്മൾ മാത്സ് 30 മാർക്കും സയൻസ് 30 മാർക്കും ചേർത്ത് 60 മാർക്കിന്റെ പരീക്ഷ എഴുതണം. അല്ല എങ്കിൽ അത് എഴുതണ്ട. മാത്സ് ഇഷ്ടമല്ലാത്തവരൊക്കെ ചിലരുണ്ട്. അവരെന്ത് ചെയ്യുക? മാത്സും സയൻസും ഒഴിവാക്കിയിട്ട് സോഷ്യൽ സയൻസ് മാത്രം 60 മാർക്കിന് എഴുതാം. അപ്പൊ 60 മാർക്ക് ഇവിടെ കിട്ടി നമുക്ക്. അതായത് ഒന്നുകിൽ മാത്സും സയൻസും ചേർത്ത് 60 മാർക്ക്, ഇനി അത് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് സോഷ്യല് 60 മാർക്ക്, ഈ സൈക്കോളജി പെഡഗോജി 30 മാർക്ക്, പിന്നെ നമ്മുടെ കാറ്റഗറി 1ൽ ഉള്ള പോലെ തന്നെയുള്ള മലയാളം 30 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്. അങ്ങനെ 150 ചോദ്യങ്ങൾ, 150 മാർക്ക്. ഇതിൽ മുൻപേ പറഞ്ഞതുപോലെ തന്നെ 90 മാർക്ക് ജനറൽ കാറ്റഗറിക്കാർക്ക് ജയിക്കാനാണെങ്കിൽ 82 മാർക്ക് SC, ST, OEC, OBC വിഭാഗങ്ങൾക്ക് ജയിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ കാറ്റഗറി 2വിന്റെ പരീക്ഷ നമുക്ക് നടക്കുമ്പോൾ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ, നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷ വെക്കുമ്പോൾ ഒന്നും നമ്മൾ തിരഞ്ഞെടുക്കണ്ട. നമ്മൾ മാത്സ് ആണോ സയൻസ് ആണോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണോ ഇടുന്നതെന്നൊന്നും നമ്മൾ തിരഞ്ഞെടുക്കണ്ട. പുതിയ എന്താ പറയുന്നത്, നമ്മുടെ പരീക്ഷയ്ക്ക് അപേക്ഷ വെച്ച് നമ്മൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് OMRന്റെ ഷീറ്റ് കിട്ടും. ആ ഇത് പരീക്ഷ OMR പരീക്ഷയാണെന്ന് അറിയാലോ. ഒരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലൊരു ഓപ്ഷൻ നമ്മൾ കറപ്പിക്കുകയാണ് ചെയ്യുന്നത്, PSC ഒക്കെ പോലെ തന്നെ. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് നമ്മൾ കാറ്റഗറി 2വിൽ തിരഞ്ഞെടുക്കുന്ന വിഷയം ഏതാണ് എന്ന് ചോദിക്കും. അവിടെ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സോഷ്യൽ സയൻസ് എഴുതുക. ഇനി അവിടെ നമ്മൾ കറപ്പിക്കുന്നത് സയൻസും മാത്സും ആണെങ്കിൽ സയൻസും മാത്സും എഴുതുക. ഇതിന്റെ രണ്ടിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കയ്യിലേക്ക് തരികയും ചെയ്യും. നിങ്ങൾക്ക് ആ സമയത്ത് വരെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല, എന്നാലും വായിച്ചു നോക്കി നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ്. ഇനി കാറ്റഗറി 4, ഇത് നമ്മളിപ്പോ ഈ ബാച്ചിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സബ്ജക്ട് എടുക്കുന്നില്ല. കാറ്റഗറി 4ന് ശരിക്കും സൈക്കോളജി പെഡഗോജി ഒരു 40 മാർക്ക് ഉണ്ടാവും. പിന്നെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇവിടെ കണ്ട വ്യത്യാസം വന്നു. ഇവർക്ക് ഏതെങ്കിലും ഒരെണ്ണം മതി. ജനറൽ പേപ്പറിൽ ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. തമിഴ് മീഡിയം ആണെങ്കിൽ അതിൻ്റെ അകത്ത് തമിഴും കൂടെ വരും, അറബി വേണമെങ്കിൽ അറബിയും വരും. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇപ്പൊ മലയാളം ഓർ ഇംഗ്ലീഷ് സാധാരണഗതിയിൽ അതാണ് ജനറൽ പേപ്പറിൽ വരുന്നത്. നമുക്കുണ്ട് സൈക്കോളജി പെഡഗോജിയുടെ ക്ലാസ് ഉണ്ട്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ അത് രണ്ടും കൂടെ ചേർത്ത് 70 മാർക്കും. പിന്നെ അവരെന്താണോ പഠിക്കുന്നത്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അറബിക് ആണെങ്കിൽ അറബിക്ക്, ഉറുദു ആണെങ്കിൽ ഉറുദു, സംസ്കൃതം ആണെങ്കിൽ സംസ്കൃതം, സ്വിങ്, ആർട്ട് എന്താണോ നിങ്ങൾ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? 80 മാർക്കിൽ വരും. ഇത് കാറ്റഗറി 3യിൽ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാറ്റഗറി 3 ബാച്ച് നമ്മൾ ഓൾറെഡി തുടങ്ങിപ്പോയി, നമുക്ക് ഇനി അഡ്മിഷൻ അതിലില്ല. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താത്തത്. കാറ്റഗറി 3 എന്ന് പറയുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിനാണ്. അത് നിങ്ങൾ BEdൽ പഠിച്ചിരിക്കുന്ന മാത്സ് ആണെങ്കിൽ മാത്സ്, സയൻസ് നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിന്റെ ആയിരിക്കും നിങ്ങൾക്ക് 80 മാർക്കിൽ വരിക. ബാക്കി സൈക്കോളജി പെഡഗോജി മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചേർത്തിട്ട് 70 മാർക്കുമാണ് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തിരിച്ച് എടുക്കാം. ഒന്നുകിൽ മലയാളം എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാം. അത് നിങ്ങൾക്ക് ഓപ്ഷനാണ്. പിന്നെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ സൈക്കോളജി പെഡഗോജി ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് വരുന്നത്. അതുകൊണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അത് കാറ്റഗറി 1ഉം 2ഉം സിലബസ് അല്ല. ഓക്കെ, ഇനി നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ എന്താണ്
ഈ കേട്ടറ്റിന്റെ ഒരുപാട് പേരുടെ ഒരു സംശയമാണ്. അതായത് ഞാൻ LP സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. കുറെ നാൾ മുമ്പ് ഞാൻ ജോലിയിൽ കയറിയതാണ്. ഞാൻ ആകെ പഠിച്ചിരിക്കുന്നത് SSLCയും പിന്നെ എന്താണ് TTCയുമാണ് എനിക്കുള്ളത്. എനിക്ക് ഏത് കാറ്റഗറി എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കേരളത്തിൽ കേട്ടറ്റ് പരീക്ഷ 1/3/2012 ജിയോ P70/12 ജനറൽ എഡ്യൂക്കേഷൻ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുന്നതിന് മുൻപ് SSLC TTC യോഗ്യത നേടുകയും പിന്നീട് സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തവർക്ക് സൂചന 6 പ്രകാരം കാറ്റഗറി 1 പരീക്ഷ അപേക്ഷിക്കാവുന്നതാണ്. കേട്ടറ്റ് പരീക്ഷ നടപ്പിലാക്കുന്നതിന് മുൻപ് അന്ന് നിലവിലുണ്ടായിരുന്ന ചട്ടപ്രകാരം TTC പാസ്സായവർക്കും സൂചന 8 സർക്കാർ ഉത്തരവ് പ്രകാരം ഇളവിന് അർഹതയുണ്ട്. കേരള പരീക്ഷാ ബോർഡും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ച കോഴ്സുകൾ വിജയിച്ചവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അപ്പൊ ഈ SSLCയും TTC എഴുതിയേക്കുന്നവര് കാറ്റഗറി 1 അവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു സംശയം അവർക്കുണ്ട്. ഒരുപാട് പേരുടെ ഒരു സംശയമാണ്. ഞാൻ SSLCയും പ്ലസ് ടു ഇല്ലാതെ SSLCയും TTCയും വെച്ചിട്ട് മാത്രം കയറിയതാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഏത് കാറ്റഗറിയാണ് എഴുതേണ്ടതെന്ന് അറിയില്ല. ഞാൻ UPയിലാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. എനിക്ക് കാറ്റഗറി 1 എഴുതാൻ പറ്റുമോ 2 എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കാറ്റഗറി 1 പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി 1 ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. കാറ്റഗറി 1, കാറ്റഗറി 2 എന്നിവ LP UP നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ ഏത് പാസ്സായാലും മതി എന്നുള്ളത് സ്പഷ്ടമാണ്. ഓക്കെ. പിന്നെ കാറ്റഗറി 1 നമുക്ക് സാധാരണ യോഗ്യത എന്ന് പറയുന്നത് 45% മാർക്കോടെ ഹയർ സെക്കൻഡറി. അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊക്കെ ഇളവുണ്ട്. 2012 ശേഷമുള്ളവർക്കാണ് ഈ 45% മാർക്ക് കമ്പൽസറി ആക്കിയിരിക്കുന്നത്. അതിന് മുൻപേ പാസ്സായേക്കുന്നവർക്കൊന്നും അത് ആ ഒരു കോളം പോലും വരില്ല. നിങ്ങൾ 2012 എന്നുള്ളതിന് പകരം 2011 പാസ്സായതെന്ന് അവിടെ അടിച്ചു കഴിഞ്ഞാൽ ആ പെർസെന്റേജ് അടിക്കാനുള്ള കോളം പോലും അവിടെ വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഈ ശതമാനം ഒന്നും ആരെയും ബാധിക്കുന്നില്ല. സർവീസിലുള്ളവരെ നിങ്ങൾ ജയിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതുന്നതിന് യോഗ്യതയുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷ, അതുപോലെ തന്നെ എന്താണ് TTC, പിന്നെ ഇപ്പം നമുക്ക് DED DLED ഇത് രണ്ടും ഇതിലേതെങ്കിലും 3 ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. കാറ്റഗറി 2 ആണെങ്കിലോ, കാറ്റഗറി 2ന് ഒരു ഡിഗ്രിയും കൂടി അധികമായിട്ട് വേണം. TTCയും ഡിഗ്രിയും ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറി 2ന് അപേക്ഷിക്കാം. അല്ലെങ്കിൽ BEd വേണം കാറ്റഗറി 2ന് അപേക്ഷിക്കാൻ. ഓക്കെ. ഇനി നമുക്ക് CTET-നെ കുറിച്ചിട്ടൊന്ന് നോക്കാം. CTET-ന് ഞാൻ പറഞ്ഞതുപോലെ 2 എണ്ണമേ ഉള്ളൂ, പ്രൈമറി സ്റ്റേജും എലമെന്ററി സ്റ്റേജും. അതായത് ശരിക്കും നമുക്ക് ഈ പറയുന്ന RT 2009 RT പ്രകാരം 1 മുതൽ 8 വരെ കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത് ഓരോ സംസ്ഥാന സർക്കാരും ഇതിന്റെ എന്താ പറയുക ക്രമീകരണം ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് കാറ്റഗറി 1, 2, 3, 4 ഉണ്ട്. പക്ഷെ അതുപോലെ അല്ല CTET-ന്. CTET-ന് 2 എണ്ണവും. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലുള്ള പഠിപ്പിക്കുന്നവർക്ക്. പിന്നെ ഇവിടെ 6 മുതൽ 8 വരെ ക്ലാസ്സുകളിലേക്കുള്ളവർക്ക് ആണ് ഈ പറയുന്ന എലമെന്ററി സ്റ്റേജ്. ഇങ്ങനെ 2 എണ്ണമാണ് CTET-ൽ നടത്തുന്നത്. പക്ഷെ നമ്മുടെ എന്താണ് ഈ കേട്ടറ്റിൽ ഉള്ളതുപോലെ തന്നെയാണ് ഈ CTET-ലും. CTET 1 നോക്കിക്കേ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, ഇത് കമ്പൽസറി 30 മാർക്കിന്റെ. മാത്സ്, പിന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2. ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേട്ടറ്റ് പരീക്ഷ ഫുൾ മലയാളത്തിലായിരിക്കും. എന്നാൽ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിലായിരിക്കും. ഇത് ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 ഇതിലൊരെണ്ണം നിങ്ങൾക്ക് മലയാളം ഓപ്റ്റ് ചെയ്യാം. ഒരെണ്ണം മലയാളം, ഒരെണ്ണം ഇംഗ്ലീഷ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാം. ആ മലയാളം ഒഴികെ ബാക്കി എല്ലാം എന്തായിരിക്കും, ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ ഒരു സൈഡിൽ ഹിന്ദിയിലും ഉണ്ടാവും. ഹിന്ദി അറിയാവുന്നവർക്ക് വേണമെങ്കിൽ അതും വായിച്ചിട്ട് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യനുകൾക്ക് ചെറിയൊരു കാഠിന്യം കൂടുതലായിരിക്കും. നമ്മുടെ മറ്റു പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കാഠിന്യം കൂടുതലായിരിക്കും കേട്ടറ്റ് പരീക്ഷനെ വെച്ച് നോക്കുമ്പോൾ. കാരണം നമുക്ക് ഈ പറയുന്ന മാത്സ് ആയാലും EVS ആയാലും ഒക്കെ ഇംഗ്ലീഷ് വായിച്ചെടുത്ത് നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണല്ലോ. അതുകൊണ്ട് എന്താണ് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് CTET 1 അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് സാധാരണ എഴുതുന്നവരൊക്കെ പറയുന്നത്. അതുപോലെ CTET 2-ലാണെങ്കിലും നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ സൈക്കോളജി പെഡഗോജി വരുന്നുണ്ട്. പിന്നെ മാത്സ് സയൻസ്, ഇതിപ്പം വേണമെങ്കിൽ മാത്സ് ആൻഡ് സയൻസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് എഴുതാം. അതുപോലെ സോഷ്യൽ സയൻസ്, ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പിന്നെ ലാംഗ്വേജ് 1 അത് മലയാളം ആണെങ്കിൽ മലയാളം എടുക്കാം. അതുപോലെ ലാംഗ്വേജ് 2 ഇംഗ്ലീഷ്, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇതിൽ 2 എണ്ണത്തിൽ ഒരെണ്ണം മലയാളം തിരഞ്ഞെടുക്കാം. ആ മലയാളത്തിന്റെ ചോദ്യം നല്ല എളുപ്പമായിരിക്കും. കാരണം അത് അവരവിടെ നിന്ന് ഇടുന്നത് കൊണ്ട് ആ ഒരു മലയാളത്തിന്റെ നിലവാരം പ്രതീക്ഷയാണ് നമുക്ക്. പക്ഷെ മലയാളം നല്ല രസമായിരിക്കും. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. വേറെ യാതൊരുവിധ മാറ്റവും ഇല്ല. നിലവിൽ നമുക്കറിയാം
അല്ലെ, നമ്മുടെ സിടെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. കേട്ടറ്റിന്റെ വന്നിട്ടില്ല. കാരണം കേട്ടറ്റിന്റെ 2 പരീക്ഷയുടെ റിസൾട്ട് വരാനുണ്ട്. സെപ്റ്റംബർ 11 നടന്നും 19-നും 18-നും 19-നും നടന്നതുമായിട്ടുള്ള പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെ റിസൾട്ട് അല്ല, റെക്ടിഫൈഡ് ആൻസർ കീ പോലും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് താമസിക്കുമായിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്ക് സിടെറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്നാണ് പരീക്ഷ എന്ന് പറഞ്ഞേക്കുന്നത്? 8-ാം തീയതി, ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ചയാണ് നമുക്ക് പരീക്ഷയാണെന്ന് പറഞ്ഞേക്കുന്നത്. അത് ഒരുമിച്ച് സെൻട്രലിൽ നടത്തുന്ന പരീക്ഷയായതുകൊണ്ട് യാതൊരു വ്യത്യാസം വരില്ല, കൃത്യസമയത്ത് തന്നെ നടത്തും. അതിന്റെ പരീക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പം മുതൽ ഓപ്പൺ ആണ്. 27/11/2025 മുതൽ 18/12/2025 രാത്രി 11:59 PM വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലേ, കേട്ടറ്റിന് അപേക്ഷിക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അപേക്ഷിച്ച് നോക്കാം. ഇതുവരെ എഴുതിയിട്ടില്ലാത്തവർക്കൊക്കെ ഒരു രസമാണ്. കാരണം നമുക്ക് ഇതിന്റെ ഒരു ഫീസ് 1000 രൂപയുണ്ട്. എന്നാൽ പോലും നമുക്ക് എന്താണ് ഈ സംഗതി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് വേണമെങ്കിലൊന്ന് എഴുതി നോക്കുന്നതിൽ തെറ്റില്ല. കാരണം കേട്ടറ്റുമായിട്ട് ഏകദേശം ഒരു സാമ്യമൊക്കെ ഉണ്ട്. പക്ഷെ ചോദ്യം ഇംഗ്ലീഷ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് എഴുതി നോക്കാം. നമുക്കിപ്പോൾ ഒരു അത്യാവശ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പം. അതുകൊണ്ട് അതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 2 തലങ്ങളിലായിട്ടാണ് ആ പരീക്ഷ നടക്കുന്നത്. മോർണിംഗ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും ആയിട്ട്. കാറ്റഗറി 2 ആണ് രാവിലെ നടക്കുന്നത്. അതുപോലെ തന്നെ പേപ്പർ 1 ആണ് ഈ പറയുന്ന ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത്. ഇപ്പൊ ഇതാണ് ഈ പറയുന്ന സിടെറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിന്റെ അഡ്മിഷൻ നമ്മൾ ചുമ്മാ ഗൂഗിളിൽ സിടെറ്റ് എന്നൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരും സിടെറ്റ് അപേക്ഷിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ചുമ്മാ നേരെ കയറി അപ്ലൈ ഓപ്ഷൻ കൊടുക്കുക, നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുക, അത് വെച്ച് ലോഗിൻ ചെയ്യുക, ഫീസ് അടയ്ക്കുക, പരിപാടി തീർന്നു. ഓക്കെ, അതിൽ കൊടുക്കുന്ന മെയിൽ ഐഡിയും ഫോൺ നമ്പരും വാലിഡ് ആയിരിക്കണം. ഇല്ല അതിലേക്കായിരിക്കും അവർ കൃത്യസമയത്ത്, നമ്മുടെ കേട്ടറ്റ് പോലെ അല്ല, അവർ കൃത്യസമയത്ത് മെസ്സേജും മെയിലും അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ കേട്ടറ്റിന് നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ കൃത്യം സൈറ്റിൽ കയറി നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇവര് കൃത്യമായിട്ട് നമുക്ക് മെയിൽ അയക്കും, മെസ്സേജും വരും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് കയറി ഹോൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്താൽ പരിപാടി തീർന്നു. ഓക്കെ, അപ്പൊ സിടെറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇത് ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവ്. ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു തമ്പ അമർത്തിയാൽ നമുക്ക് മുമ്പോട്ട് പോകാം. യെസ്, ഓക്കെ. ഇനി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത്. നമ്മൾ നിലവില് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഈ ഇത്തരത്തില് നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന 4ാമത്തെ ബാച്ച് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഇന്ന് 4ാമതൊരു കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4 വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേട്ടറ്റിന്റെ ക്ലാസ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അതില് നമ്മൾ 100 പേരെയാണ് പങ്കെടുപ്പിക്കുന്നത്. നമുക്കിപ്പോ 73 പേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും അതിലേക്ക് ബാക്കി 27 പേർ കൂടി അഡ്മിഷൻ എടുക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വിദ്യാവീതിയുടെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കി 1-2 ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇതിലേക്ക് എടുക്കാം. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് നടത്തുന്നത്. ഇതുപോലെ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 10 മണി വരെ. നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ്. പക്ഷെ ഇന്ന് നമ്മൾ അഡ്മിഷൻ എടുത്തവർക്ക് നാളെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ, നമുക്ക് വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നാളെ മുതൽ അവർക്ക് ഓപ്പൺ ആക്കി കൊടുക്കും. അതിന് അവർ തിരക്കൊന്നും പിടിക്കേണ്ട. അവരുടെ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്കുകളും അഡ്മിഷൻ എടുത്ത ഓരോരുത്തർക്കും ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് അത് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഡെമോ വീഡിയോ അടക്കം അവരുടെ നമ്പർ വെച്ച് അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കും. അതിന്റെ അകത്ത് നാളെ മുതൽ അവർക്ക് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങാം. കാരണം നമ്മുടെ അഡ്മിഷൻ എടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആ ആപ്ലിക്കേഷന്റെ അകത്ത് സ്റ്റുഡിയോ റെക്കോർഡഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ തന്നെയുണ്ട്. ആ ഫോൾഡറിൽ നമ്മൾ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം മുഴുവൻ സിലബസും ക്ലാസ്സുകൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ വീഡിയോ ആയിട്ട് അതിൽ ഓരോ ടോപ്പിക്ക്, ഓരോ വിഷയം തിരിച്ച് ആ വിഷയത്തിലെ ഓരോ ടോപ്പിക്കുകൾ തിരിച്ച് എടുത്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അവർക്കൊരു റെഫറൻസിന് വേണ്ടി മാത്രം അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. അത് അവർക്ക് കണ്ടു തുടങ്ങാം. നമ്മുടെ ശരിക്കും ഒഫീഷ്യൽ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി 9 മണി മുതലാണ്. നാളെ ശനിയും ഞായറും ആയതുകൊണ്ട് നാളെ 2 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ അപ്പൊ നാളെ അവർക്ക് ആപ്ലിക്കേഷന്റെ ഡെമോ, അതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മറ്റ് കാര്യങ്ങൾ ഒക്കെ നൽകുന്നതായിരിക്കും. അതുപോലെ തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ അവർക്ക് ക്ലാസ് തുടങ്ങും. അതിൽ നമ്മൾ 4ാമത്തെ ബാച്ചിനെയും 1ാമത്തെ ബാച്ചിനെയും ചേർത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തിങ്കളാഴ്ച അവർക്ക് ക്ലാസ് കൊടുക്കുന്നത്. അവർക്ക് ക്ലാസ് ഫസ്റ്റ് വിഷയം എന്ന് പറയുന്നത് കാറ്റഗറി 1ലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. നമ്മൾ ഒരു വിഷയം തീർന്നിട്ടാണ് അടുത്ത വിഷയം കൊടുക്കുക.
നമുക്ക് അങ്ങനെ ഒരു പതിവുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇപ്പം കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് EVS കൊടുക്കുന്ന പരിപാടിയില്ല. ഒരു വിഷയം മുഴുവൻ തീർത്ത് അതാത് ദിവസങ്ങളിലെ ആ ക്ലാസ്സുകൾ തീരുമ്പോൾ ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട പരീക്ഷ നടത്തി, ആ പരീക്ഷ നടത്തിയിട്ട് അവരുടെ മാർക്ക് വിശകലനം ചെയ്ത് ആ മാർക്കിന്റെ അകത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പഠിപ്പിച്ച് തീർത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അടുത്ത ഒരു വിഷയത്തിലേക്ക് പോവുക. അതിനകത്ത് നമുക്ക് കാറ്റഗറി 1നും 2നും കോമൺ ആയിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ മലയാളം ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ സൈക്കോളജി പെഡഗോജി ഉണ്ട്. ഈ ഒരു 3 വിഷയങ്ങൾ 1, 2, 3 ഇത് കോമൺ ആയിട്ടായിരിക്കും എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കാറ്റഗറി 1ന്റെ ഇപ്പൊ EVSന്റെ ക്ലാസ് തിങ്കളാഴ്ച മുതൽ തുടങ്ങുമ്പോൾ കാറ്റഗറി 2 മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് ആ ഒരാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കില്ല. കാരണം EVS കഴിയുമ്പോൾ EVS പഠിക്കുന്ന ആൾക്കാർക്ക് കാറ്റഗറി 2ലും അവർ പരീക്ഷ എഴുതുന്നുണ്ടാവും. കാരണം നമുക്ക് ഇനി വരാൻ പോകുന്നത് 2 പരീക്ഷകളാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, 2 പരീക്ഷകളാണ് നമുക്ക് ഇനി വരാനിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഒരു പൊതുപരീക്ഷ. പൊതുപരീക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വർഷത്തിൽ 2 കേട്ടറ്റ് പരീക്ഷകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ നടത്തുന്നത്. അതിൽ ഈ വർഷം ഒരു പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത പരീക്ഷ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഈ നവംബർ അവസാനം, ഇപ്പൊ നവംബർ അവസാനം എന്ന് പറയുന്നത് കൊണ്ട് ഈ 2 ദിവസം കൊണ്ട് തീരാണ്. ഈ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ഒരു പരീക്ഷ വിളിക്കും. അതൊരു പൊതു പരീക്ഷയായിരിക്കും. എന്ന് പറഞ്ഞാൽ സർവീസിലുള്ളവർക്കും സർവീസിൽ ഇല്ലാത്തവർക്കും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയായിരിക്കും. ഇപ്പൊ CTET വിളിച്ചതുപോലെ ഒരു പരീക്ഷ. അങ്ങനെയുള്ള ഈ പരീക്ഷ നമുക്ക് എല്ലാവർക്കും എഴുതാം. ആ പരീക്ഷയ്ക്ക് നമുക്ക് നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് എത്ര കാറ്റഗറിക്ക് വേണേലും അപേക്ഷ കൊടുക്കാം. ഒരു കാറ്റഗറിക്ക് അപേക്ഷ കൊടുക്കുന്നതിന് 500 രൂപ ഫീസേ ഉള്ളൂ. CTET പോലെ 1000 ഇല്ല, 500 രൂപ ഫീസേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഈ പറയുന്ന പരീക്ഷയിൽ നമ്മൾ പങ്കെടുത്തു കഴിയുമ്പോൾ നമ്മളത് ഒരു ട്രയലിന് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫെബ്രുവരിയിൽ ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ നമ്മുടെ വിദ്യാഭ്യാസ അധ്യാപകന സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഒരു ഫെബ്രുവരിയിൽ ഒരു സ്പെഷ്യൽ പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്പെഷ്യൽ പരീക്ഷയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള കോച്ചിങ്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ആ പരീക്ഷയിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം, നിങ്ങൾ ഏത് ലെവലിലാണോ പഠിപ്പിക്കുന്നത് ആ ലെവലിലുള്ള കാറ്റഗറിയെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ കാറ്റഗറി 1 ഉള്ള ഒരാളെ UP പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 2 എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല, 1 or 2 അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണമേ അതിൻ്റെ അകത്ത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പറയുന്ന 2 പരീക്ഷയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ കോച്ചിങ് കൊടുക്കുന്നത്. നിങ്ങൾ ഈ 2 പരീക്ഷ നമ്മൾ എഴുതിപ്പിക്കും. ഏകദേശം നമുക്കൊരു മാർച്ച് ആകുമ്പോഴേക്കും ഈ 2 പരീക്ഷയും നടക്കും. അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്പെഷ്യൽ പരീക്ഷ എന്നാണോ ആ സ്പെഷ്യൽ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് നമ്മൾ പരിശീലനം തരും. അതാണ് നമ്മളുടെ ഒരു രീതി. അപ്പൊ അതിനു മുൻപേ നമ്മൾ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തീർക്കും. പിന്നെ പെട്ടെന്ന് വന്നാലോ എന്ന് കരുതി നമ്മൾ മുൻകൂറേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ തുടങ്ങുന്ന ബാച്ചിന് നമ്മൾ മറ്റു ബാച്ചുകളുടെ ഒപ്പം എത്തിക്കാനായിട്ട് ഇപ്പോഴല്ല ചിലപ്പോ ഇപ്പം നമുക്ക് 9 മണി മുതൽ 10 മണി വരെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 8:30 മുതൽ 10 വരെ ആക്കാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് അവരുടെ ഗ്രൂപ്പിൽ കൃത്യമായ നിർദ്ദേശം കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ആ അറേഞ്ച്മെന്റ്സ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് കാറ്റഗറി 1ന്റെ EVS ക്ലാസ്സുകളാണ്. അത് തീരുന്ന മുറയ്ക്ക് അടുത്തത് നമ്മൾ ഈ പറയുന്ന കാറ്റഗറികൾക്കെല്ലാം കാറ്റഗറി 2ന്റെ സോഷ്യൽ സയൻസും ആണ് കൊടുക്കുന്നത്. ഇപ്പൊ സോഷ്യൽ സയൻസ് വേണ്ടവർക്ക് സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിൽ കയറാം. ഒരേ സമയത്ത് തന്നെയായിരിക്കും ക്ലാസ്. സോഷ്യൽ സയൻസിന്റെ ക്ലാസ് വേണ്ടവർക്ക് സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിൽ കയറാം. ഇനി സയൻസിന്റെ ക്ലാസ്സുകളാണ് വേണ്ടതെങ്കിൽ സയൻസിന്റെ ക്ലാസ്സിൽ കയറാം. അവർക്ക് സയൻസുകാരൊക്കെ മാത്സ് നമ്മൾ സെപ്പറേറ്റ് പിന്നെ കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാളം, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ അവസാനമായിരിക്കും സൈക്കോളജി പെഡഗോജി അവർക്ക് കൊടുത്ത് അവസാനിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതുപോലെ ഞങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്, ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ റിവിഷൻ കൊടുക്കും. ഏറ്റവും ആദ്യം തീരുന്ന ബാച്ചുകൾക്ക് ഞങ്ങൾ റിവിഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം വന്ന് ഈ റിവിഷൻ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മാക്സിമം റിവിഷൻ കൊടുത്തിട്ട് ഏറ്റവും അവസാനത്തെ ഒരു 2 ആഴ്ച നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കും. അതിൽ അവസാനത്തെ ഒരു 5 ദിവസം നമ്മൾ എന്ത് ചെയ്യും, കലാശക്കൊട്ട് എന്നുള്ള പേരിൽ ഓരോ വിഷയത്തിനും ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കലാണ് ഞങ്ങളുടെ ഒരു പരിപാടി. അപ്പൊ നമ്മുടെ ഈ കേട്ടറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്കും ഇനി ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ളവരോടും എനിക്ക് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ കരുതേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ വിലപിടിപ്പുള്ള 1.5 മണിക്കൂർ സമയം ഞങ്ങൾക്ക് വേണം. നിങ്ങൾ സർവീസിലുള്ള അധ്യാപകരാണ്.
എനിക്കറിയാം ചിലപ്പോ നിങ്ങൾ 5 മണിക്കും 4:30ക്കും ഒക്കെ എഴുന്നേറ്റിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് സ്കൂളിൽ ഒത്തിരി ദൂരെ പല സ്കൂളുകളിലും ജോലി ചെയ്യുന്ന, ട്രെയിനിനും മറ്റുമൊക്കെ പോയി ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ 1.5 മണിക്കൂർ സമയം എനിക്ക് ആവശ്യമുണ്ട്. ഈ 1.5 മണിക്കൂർ സമയം നിങ്ങൾ എനിക്ക് തന്നാൽ മാത്രമാണ് കേട്ടിട്ട് ജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സാണ്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ് വഴി രാത്രി 9 മുതൽ 10 മണി വരെ 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ നിങ്ങൾ എടുക്കുന്ന ക്ലാസ്, ഞങ്ങൾ എടുക്കുന്ന ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ നോട്ടോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് എഴുതി വെക്കാനോ ഒന്ന് വായിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു 0.5 അരമണിക്കൂറും കൂടെ നിങ്ങൾ ചേർത്തെടുക്കുന്ന 1.5 മണിക്കൂർ സമയം ഞങ്ങൾക്ക് വേണം. ഈ സമയത്ത് നമ്മുടെ ലൈവ് ക്ലാസിന്റെ സമയത്ത് നമ്മളെല്ലാ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സുകൾ ഇപ്പൊ കണ്ടു, പിന്നെ നാളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആകാശത്തിലേക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ആപ്പിൽ കയറി നോക്കിയാൽ മതി. എല്ലാ ലൈവ് ക്ലാസ്സും നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് ഇന്ന് കഴിഞ്ഞാൽ നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് വരാനുള്ള സജ്ജീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പക്ക ആയിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ടൊരു ഫീസ് മേടിച്ചാൽ ആ ഫീസിനനുസരിച്ചിട്ട് പണിയെടുക്കുന്ന അധ്യാപകരെ നമ്മളിവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ചില ടീച്ചർമാരൊക്കെ 5:30ക്കോ 6 മണിക്കോ ഒക്കെ എഴുന്നേറ്റിട്ടായിരിക്കും ക്ലാസ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ആ സമയത്ത് ക്ലാസ് കാണാനുള്ള സജ്ജീകരണം നമ്മൾ ഇവിടെ ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്, രാത്രി നടക്കുന്ന ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ് രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് വീഡിയോ രൂപത്തിൽ കാണാൻ പറ്റും. അത് ഞങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ. അതുപോലെ നമുക്ക് വേണ്ടത് ഒരു വലിയ നോട്ട് ബുക്ക്. ഞങ്ങൾക്ക് ഇവിടെ ഗൈഡിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഗൈഡ് മേടിക്കണമെങ്കിൽ മേടിക്കാം, പക്ഷെ ഞങ്ങൾ ഗൈഡിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞങ്ങൾ ആകെ പ്രോത്സാഹിപ്പിക്കുന്നത് DLEDന്റെ പാഠപുസ്തകങ്ങൾ മാത്രമാണ്. കാരണം ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത് DLEDന്റെ കരിക്കുലം വെച്ചിട്ടാണ്, അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ടാണ്, പിന്നെ SCERT പാഠപുസ്തകങ്ങളും വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഗൈഡുകളൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പുസ്തകത്തിൽ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ പുസ്തകങ്ങളുണ്ട്. അതുകൂടാതെ നമുക്കൊരു വലിയ നോട്ട് ബുക്ക് വേണം. അതിപ്പോ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ വലിയ നോട്ട് ബുക്കുണ്ട്, A4 സൈസിൽ അല്ലെങ്കിൽ A5 സൈസിൽ വലിപ്പമുള്ള നോട്ട് ബുക്കുകൾ. ഏറ്റവും വലുത് നോക്കി മേടിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ക്ലാസ്സും ഇപ്പൊ പറയുന്നത് പോലെ ഇങ്ങനെ നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്തോ, ഇത് പല ടീച്ചർമാരും പല രീതിയിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് EVSന്റെ ക്ലാസ് എടുക്കുന്ന ടീച്ചർ ആണെങ്കിൽ നോട്ട് നേരത്തെ തന്നിട്ട് ആ നോട്ട് വെച്ചിട്ട് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന സയൻസിന്റെ ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന പോലെ പ്രസന്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് നിങ്ങളെ കൊണ്ട് നോട്ട് എഴുതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മലയാളത്തിന്റെ ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് PPT തന്നിട്ട് അത് ആപ്ലിക്കേഷൻ വഴി അപ്ലോഡ് ചെയ്തിട്ട് അത് നോക്കി എഴുതിക്കോളാം എന്ന് പറയുന്നത്. അങ്ങനെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. എന്നാലും ഇതെല്ലാം നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എഴുതി വെക്കാൻ വേണ്ടി വലിയ നോട്ട് ബുക്ക് വേണം. കാരണം 5 വിഷയങ്ങളുണ്ട്. ഈ 5 വിഷയങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വലിയ നോട്ട് ബുക്ക് വേണം. പിന്നെ ആവശ്യത്തിന് നെറ്റ് വേണം. നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈവ് ക്ലാസ് കാണാൻ പറ്റൂ. ഈ ലൈവ് ക്ലാസ് കണ്ടാലേ നമുക്ക് ഇതിന്റെ ഒരു കൃത്യമായ പ്രയോജനം കിട്ടത്തുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ലൈവ് ക്ലാസ് നാളെ മുതൽ, നമ്മൾ തിങ്കളാഴ്ച മുതൽ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. പല പരിപാടികൾക്ക് നിങ്ങൾ 9 മണിക്കും 9:30ക്കും 9:15 ഒക്കെ വിളിക്കും. അപ്പൊ ഒക്കെ നിങ്ങൾ പറയണേ എനിക്ക് പറ്റൂല, ഒരു 3 മാസത്തേക്ക് എന്നെ ഇനി നോക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്മാറി ഇതിന്റെ അകത്ത് കൃത്യം കയറി ഇരുന്നാൽ അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നെറ്റാണ്. കാരണം നിങ്ങളുടെ ഫോണിൽ ഡാറ്റ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കയറി ഇരുന്നാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഈ പറയുന്ന ലൈവ് ക്ലാസ് മുടങ്ങാതെ കൃത്യമായിട്ട് കണ്ട് നോട്ട് എഴുതി വെക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ പരീക്ഷ തോക്കേണ്ട വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ. അപ്പം അത് മാത്രമാണ് നമ്മൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്ന പോലെ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്താൽ 100% ജയിപ്പിക്കാമെന്നൊന്നും ഞങ്ങൾ പറയാം. കാരണം ഈ പരീക്ഷയ്ക്ക് ആകെ 100 പേര് പരീക്ഷ എഴുതുമ്പോൾ 11-12 പേരാണ് ഈ പരീക്ഷയ്ക്ക് ജയിക്കുന്നത്. കാരണം അത് ഈ യുക്തിചിന്തനത്തിനുള്ള ഒരു സാധ്യത അവരുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അവർ പോയി തലകുത്തി നിന്നിട്ട് ടെൻഷൻ കാരണം കുറെ കൊണ്ടുവന്ന വെള്ളക്കുപ്പിക്കാത്ത വെള്ളവും കുടിച്ചു തീർത്തിട്ട് പോരുന്നു എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരുവിധ ബുദ്ധിമുട്ട് അവർക്കും ഇല്ല. പിന്നെ പോയി ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചിട്ട് പോരാന്നുള്ളതല്ലാതെ എന്റെ അടുത്ത പരീക്ഷയ്ക്ക് നോക്കാന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ യുക്തിചിന്തനത്തിന് വഴിയൊരുക്കുക. സൈക്കോളജി നമ്മൾ പഠിപ്പിക്കുന്ന മെയിൻ കാര്യം അതാണ്. നിങ്ങൾ യുക്തിപരമായിട്ടുള്ള തീരുമാനം എടുക്കുക. ഞാൻ ഈ പരീക്ഷ എഴുതി ജയിക്കാൻ വന്നാണെങ്കിൽ ഇതിലെ ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഇതിന്റെ ഉത്തരം എഴുതി എടുക്കും എന്നുള്ള തരത്തിൽ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ പരീക്ഷ നിങ്ങൾ ജയിക്കും. ഓക്കെ. പിന്നെ നമുക്ക് SCERT പാഠപുസ്തകങ്ങൾ, അത് നിങ്ങൾ തപ്പാൻ പോകേണ്ട കാര്യമില്ല. കാരണം എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ പാഠപുസ്തകങ്ങളാണ്. അതുപോലെ നല്ലൊരു ഫോണ്. കാരണം നമുക്ക് ഇവിടെ കുത്തുമ്പോൾ അവിടെ തെളിയുന്നതും അവിടെ കുത്തുമ്പോൾ ഇവിടെ തെളിയുന്നതുമായിട്ടുള്ള ഒരു ഫോണാണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ. എന്നെ സംബന്ധിച്ചത് വളരെ മനോഹരമാണ്. കാരണം 161 പേരിപ്പോ ഞാൻ ഉൾപ്പെടെ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാനും കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വിജയമാണ്. അതിന് നിങ്ങൾക്ക് എന്താണ്, നല്ലൊരു ഫോൺ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ്.
ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് അതിന്റെ ക്യാമറ ഓൺ ആകും, അതിന്റെ മൈക്ക് ഓൺ ആകും, പിന്നെ ഒച്ചപ്പാടാവും, ബഹളമാവും ഒക്കെ. അതൊന്നും ഇല്ലാത്ത ഒരു നല്ല അന്തരീക്ഷം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫോണിൽ ആൻഡ്രോയിഡ് ആയാലും ആപ്പിൾ ആയാലും നിങ്ങളുടെ ഫോണിൽ നമ്മുടെ വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ആ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ നോട്ടുകളൊക്കെ അതുവഴി കാണാനേ പറ്റത്തുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇപ്പൊ രൂപീകരിച്ച് കഴിഞ്ഞു. നിലവിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് അത് രൂപീകരിച്ച് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുത്ത് എല്ലാവരും തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അഡ്മിഷൻ എടുക്കുന്നവരെ അതിലേക്ക് ആഡ് ചെയ്യും. 100 പേരെ വരെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ ലൈവ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ, നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും. ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ പരീക്ഷ എഴുതിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അപ്പൊ ഈ പരീക്ഷ എഴുതിപ്പിക്കുന്നിടം വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സകലമാന സർക്കുലറുകളും, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോരോ നിർദ്ദേശങ്ങളും, പരീക്ഷാ സമയങ്ങളും, മറ്റു കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട നോട്ടുകളും, പിന്നെ ഓരോ ടോപ്പിക്ക് തീരുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ നടത്തുന്ന പരീക്ഷകൾ അടക്കം ആ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ തയ്യാറാക്കി തരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മളെ അടുത്ത് പഠിക്കുമ്പോൾ ആവശ്യമുള്ളത്. ഇനി നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ, ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ ഇന്നു മുതൽ മാറ്റിവെക്കേണ്ട കാര്യങ്ങളാണ് അനാവശ്യമായ ചിന്തകൾ. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചർമാര് പറയും, ഓ ഞാൻ 5-6 പ്രാവശ്യം എഴുതിയിട്ടാട്ടോ എനിക്ക് ഈ പരീക്ഷ കിട്ടിയത്, ജയിച്ചത്. നിങ്ങളൊന്നും ഈ പറയുന്ന പോലെ ഈ അമ്മച്ചിമാരോ ഈ അപ്പച്ചമാരോ ഒന്നും പോയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ തകർക്കാൻ പറ്റുന്ന പരീക്ഷയൊന്നും അല്ല ഇത്. ഞാനും അല്ലെങ്കിൽ എന്റെ ഭയങ്കര ബുദ്ധിമുട്ടി ഞാനിതൊരു 5-8 തവണ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയതിനെ കിട്ടിയത്. ഇങ്ങനെയുള്ള ഈ പലരും പറയുന്ന നെഗറ്റീവ് തോട്ടുകളിൽ നമ്മൾ അതിനെ മൈൻഡ് ആക്കാൻ പോകേണ്ട കാര്യമില്ല. അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് അവർ 7 പ്രാവശ്യം എഴുതി, അത്രയും നമ്മൾ കൂട്ടിയാൽ മതി. ഇത് അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മര്യാദയ്ക്ക് ഞാൻ ഈ പറഞ്ഞില്ലേ, യുക്തിപൂർവ്വം ചിന്തിച്ച് യുക്തിപൂർവ്വം ഓരോ ചോദ്യങ്ങൾ തെരഞ്ഞെടുത്ത് പരീക്ഷ എഴുതാൻ പറ്റിയാൽ ഒറ്റ തവണ ജയിക്കാവുന്ന പരീക്ഷയൊന്നും. പിന്നെ അനാവശ്യമായിട്ടുള്ള തിരക്കുകൾ, ഞാൻ പറഞ്ഞല്ലോ മുൻപ് തുടക്കത്തിലേ പറഞ്ഞു, ഈ സമയത്ത് നിങ്ങളെ പല ശക്തികളും വിളിക്കും. അപ്പൊ മോനെ നമുക്ക് സിനിമ കാണാൻ പോകാം, പിറന്നാളിന് പോകാം, ഡ്രസ്സ് മേടിക്കാൻ പോകാം, വൈകുന്നേരം ചായ കുടിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കും. 8:30 അപ്പുറത്തേക്കുള്ള പരിപാടിയാണ് പിടിക്കുക. അതിനുശേഷം ഒരു പരിപാടി ഇല്ല എന്ന് പറയും. പിന്നെ അത്യാവശ്യം വരുന്ന വല്ല വീട്ടിലെ കല്യാണങ്ങള്, മരണാനന്തര ചടങ്ങുകൾ, ഹോസ്പിറ്റൽ കേസുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. പിന്നീട് പിറ്റേ ദിവസം വന്നിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണാം. അല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ജോയിൻ ചെയ്യരുത്. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 3 മാസത്തേക്ക് നിങ്ങൾ അത് മാറ്റി വെക്കണം. ചിലപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ അകത്ത് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഒന്ന് കയറി നോക്കും. അപ്പോഴായിരിക്കും നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റേ ഏതാണ് കോമഡി ഷോയോ സീരിയലോ സിനിമയുടെ ഭാഗങ്ങളോ ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകും. അങ്ങനെ പിന്നെ അടുത്തതിലേക്ക് പോയി നമ്മുടെ സമയം പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക ഈ പരീക്ഷ തീരുന്നവരെ. പിന്നെ പഴയ പഠനോപകരണങ്ങൾ, ഇതിനു മുമ്പ് പഠിച്ചേക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. കാരണം നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോട്ട് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. അതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം അത് എന്തിനാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണം, എന്റെ വിഷയം കണക്കാണ്. ഞാൻ അന്ന് നിങ്ങളെ കണക്ക് പഠിപ്പിക്കും. അപ്പൊ ഈ കണക്ക് പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ, ഈ പരീക്ഷ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ എനിക്ക് പഠിപ്പിക്കാനുള്ളത് പലിശ, കൂട്ടുപലിശ, ശതമാനം, ക്ലോക്ക്, കോണ്, പിന്നെ ജാമിതീയ രൂപങ്ങള്, സംഖ്യകള്, സംഖ്യാശ്രേണികള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഈ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടിരിക്കുന്നതാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഇത് ഞാൻ പലിശയും കൂട്ടുപലിശ ഇത് എനിക്ക് അറിയാവുന്നതല്ലേ, ഇനി എന്തിനാ ഞാനിത് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ നോട്ട് ബുക്ക് പഴയതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്റെ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി പരീക്ഷയ്ക്ക് പോകാറാകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാം എന്ന് കരുതിയിട്ടിരിക്കും. അതുകൊണ്ട് ആ സാധനം എടുത്ത് അങ്ങ് ഒന്നെങ്കിൽ കീറി കാണാം, അല്ലെങ്കിൽ കത്തിച്ച് കളയാം. എന്നിട്ട് പുതിയ ഒരു ബുക്ക് എടുത്തിട്ട് അതിലേക്ക് പുതുതായിട്ട് ഈ ക്ലാസ് കണ്ടിട്ട് അന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഈ ക്ലാസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കയറുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ ഈ ക്ലാസ് കേൾക്കാനും ആ ക്ലാസ്സിനെ കുറിച്ചിട്ട് എഴുതാനും പറ്റും. സൈക്കോളജിക്കലായിട്ട് പറയുന്നത്, നമ്മളൊരു കാര്യം കേൾക്കുന്നത് നമ്മളായിട്ട് ഒന്നുകൂടി ഒന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലേക്ക് പതിയുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ കൈപ്പട വെച്ചിട്ട് നമ്മുടെ ബുക്കിലേക്ക് നമ്മൾ എഴുതിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും കൂടെ അത് പതിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പതിപ്പിച്ചാൽ നമുക്ക് പരീക്ഷ ജയിക്കാം. ഓക്കെ, അതുകൊണ്ട് പഴയ പഠനോപകരണങ്ങൾ ഇതിനു മുമ്പ് പരീക്ഷ കേട്ടിട്ട് പരീക്ഷ എഴുതിയിട്ട് രണ്ടാമത് ജോയിൻ ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയുക. ഇനി അതൊന്നും നമുക്ക് ആവശ്യം ഇല്ല. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പറയുന്ന കേട്ടറ്റിന്റെ നമ്മുടെ ഈ വിദ്യാവീതിയുടെ ബാച്ചിനെ കുറിച്ചിട്ട് ഞാൻ അതുപോലെ രാത്രി 9 മുതൽ 10 വരെ വിദ്യാവീതിയുടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ സിലബസ് റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ മാത്രം ഒരു പ്രത്യേകതയാണ്,
നിങ്ങൾക്ക് ഏത് സമയത്ത് രാവിലെ ഒരു 10 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ എത്ര സമയത്ത് നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും ആ സംശയത്തിന് ഉത്തരം നൽകുന്നതിന് നമ്മൾ അധ്യാപകരെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം തരാൻ ഞങ്ങൾ ചാറ്റ് GPT അല്ല, പക്ഷെ എന്നാലും 1 മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയിരിക്കും. കാരണം ഈ വീഡിയോ നമ്മൾ പബ്ലിക് ആയിട്ട് ഇടുന്ന വീഡിയോ ആണ്. ഇതിന്റെ താഴെ നമ്മുടെ ഇതിനു മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നവരും പഠിച്ച് ജയിച്ചവരും ഒക്കെ കമന്റ് ചെയ്യും. അവരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഞങ്ങൾ പറ്റിക്കാൻ പറയുന്നതാണോ നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും. ഇത് വാക്ക് ചുമ്മാ ഈ പറയുന്ന മറ്റേ എന്താ പറയണേ, ഈ വാ വാക്കത്തി പോലെ പറയുന്നതല്ല, കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും രാവിലെ 10 മുതൽ രാത്രി 10 വരെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മുടെ അടുത്തുനിന്ന് കിട്ടും. പിന്നെ ഈ പരീക്ഷാ പരിശീലനവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ കൂട്ടത്തിൽ നടത്തി വിടുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് കേട്ടറ്റ് എന്താണെന്നും അതുപോലെ സീറ്ററ്റ് എന്താണെന്നും ഇതിൻ്റെ അകത്തെ വിഷയങ്ങൾ എന്താണെന്നും ഇത് നിങ്ങൾക്ക് എഴുതാനുള്ള യോഗ്യത എന്താണെന്നും ഇതിൽ എത്ര മാർക്ക് മേടിച്ചാൽ ജയിക്കാൻ പറ്റുമെന്നും നമ്മുടെ ആ പരസ്യത്തിൽ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകദേശം 40 മിനിറ്റോളം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ പരസ്യം പറയുകയാണെന്ന് തന്നെ കരുതിക്കോളൂ. നമ്മുടെ വിദ്യാവീതിയിൽ കേട്ടറ്റിന്റെ ഇപ്പൊ 4ാമത്തെ ബാച്ചിൽ നമുക്ക് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4 ഈ 4 വിഭാഗത്തിലും ഇനിയും കുറച്ച് സീറ്റുകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. 27 സീറ്റ് കൂടി അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ ഫീസ് വന്നിട്ട് 5000 രൂപയാണ്. ലൈവ് ക്ലാസ് ആയതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ദിവസവും ഇതുപോലെ രാത്രി 9 തൊട്ട് 10 വരെ എന്നാണോ നിങ്ങളുടെ സ്പെഷ്യൽ പരീക്ഷ അതിന്റെ തലേന്ന് വരെ. പിന്നെ വേറെ ഫീസുകളൊന്നും നമ്മൾ ഈടാക്കില്ല. അതുവരെ ഉള്ള ക്ലാസ് ആണ്. ഇപ്പൊ 1 മാസമോ 2 മാസമോ 3 മാസമോ പറഞ്ഞിട്ടല്ല. എന്നാണോ നിങ്ങളുടെ സ്പെഷ്യൽ പരീക്ഷ, ഇപ്പൊ ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുമെന്നിരിക്കുന്ന പരീക്ഷ വരുന്നത് അതിന്റെ തലേന്ന് വരെ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് തരും. അതിന്റെ ഫീസാണ് നമ്മൾ ഈ പറയുന്ന 5000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ആ മേടിക്കുന്ന ഫീസ് അതിനനുസരിച്ചിട്ടുള്ള പണി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് എടുക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, നമുക്ക് മെസ്സേജ് അയക്കാം. 27 സീറ്റും കൂടി മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ബാച്ചിന്റെ ഉദ്ഘാടന കർമ്മം കൂടി ഞാൻ ഇവിടെ നടത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ട്. 4ാമത്തെ ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മൾ തിങ്കൾ മുതൽ ആരംഭിക്കും. തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ EVS ക്ലാസ് ആയിരിക്കും അവർക്ക് ആരംഭിക്കുക. EVSന്റെ ക്ലാസ് എടുക്കുന്നത് ശ്രീവിദ്യ എന്ന് പറയുന്ന ടീച്ചറാണ്. ടീച്ചർ കൊല്ലം സ്വദേശിയാണ്. അതുപോലെ തന്നെ ടീച്ചർ TTIയിൽ ഒരു പ്രൈവറ്റ് TTIയിലെ പ്രിൻസിപ്പാൾ ആയിട്ട് ജോലി ചെയ്യുന്ന ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പുള്ളിക്കാരി അഗ്രഗണ്യാണ്. പിന്നെ ടീച്ചർ സബ്ജക്ട് എടുക്കുന്നത് EVSഉം സൈക്കോളജിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ എടുക്കുന്നത് EVS ആണ്. പിന്നെ ടീച്ചറിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ടീച്ചറാണ്. അപ്പൊ നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് മുൻകൂട്ടി നോട്ട്, ടീച്ചറിന്റെ ഒരു പരിപാടി ടീച്ചർ തന്നെ എഴുതി നിങ്ങൾക്ക് നോട്ട് തരും. മറ്റുള്ളവർ ആരും അങ്ങനെ ചെയ്യില്ല. ടീച്ചറിന്റെ ഒരു രീതി, ടീച്ചർ നിങ്ങൾക്ക് എഴുതി PDF ആക്കി നോട്ട് തരും. നിങ്ങളെ കൊണ്ട് ടീച്ചർ പറഞ്ഞ് സ്വന്തമായിട്ട് എഴുതിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ടീച്ചർ സെപ്പറേറ്റ് നോട്ട് തരുന്നത്. ടീച്ചറെ പ്രസന്റേഷൻ ഒന്നും ഉപയോഗിക്കില്ല. ഇതിന് പകരം ടീച്ചർ ചുമ്മാ വരും, കാഷ്വൽ ആയിട്ട് വന്നിട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും, അതിന്റെ സംശയങ്ങളും തീർത്തു തരും. പിന്നെ അതിനുശേഷം നമ്മൾ രണ്ടാമത് EVS തീർന്നാൽ ഉടൻ തുടങ്ങുന്നത് കാറ്റഗറി 2ന്റെ സോഷ്യൽ സയൻസും അതുപോലെ സയൻസുമാണ്. അപ്പൊ ഈ കാറ്റഗറി 2ല് സോഷ്യൽ സയൻസും സയൻസും എഴുതുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു 10 ദിവസം ഗ്യാപ്പ് കിട്ടും. അവർക്ക് 10 ദിവസത്തേക്ക് ആദ്യത്തെ തുടക്കത്തിലെ 10 ദിവസം അവർക്ക് ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഞാൻ ഗ്രൂപ്പിൽ തന്നോളാം. പിന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ ഇപ്പോഴേ തിരക്ക് പിടിച്ച് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് അത് അഡ്മിഷൻ എടുത്തു കഴിയുമ്പം നിങ്ങൾ എടുക്കുന്ന ഫോൺ നമ്പർ വെച്ച് നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പിൽ പൊതുവായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഡെമോ വീഡിയോയും അതിന്റെ ലിങ്കും നിങ്ങൾക്ക് തരും. നമ്മൾ ഏറ്റവും ലളിതമായിട്ടായിരിക്കും നിങ്ങളെ ഒരിക്കലും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. നമുക്ക് എല്ലാം ലളിതമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ട്. അപ്പൊ അത് ഔപചാരികമായിട്ട് അതും ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്. 4ാമത്തെ ബാച്ച് ക്ലാസ്സുകൾ കൂടി നമ്മൾ ആരംഭിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ പറഞ്ഞ കേട്ടറ്റ്, സീറ്ററ്റ്, അതിന്റെ യോഗ്യതകള്, അതിന്റെ വിഷയങ്ങള്, അതിന്റെ മാർക്ക്, പിന്നെ നമ്മുടെ ബാച്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. മൈക്ക് ഓണാക്കി ധൈര്യമായിട്ടും ചോദിക്കാം. ഒന്നും പേടിക്കണ്ട, ഞാൻ പിടിച്ച് കടിക്കൊന്നും. പോട്ടെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയോ?
ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ പരീക്ഷാ സമയം 2.5 മണിക്കൂറല്ലേ? അതെ, 150 ചോദ്യങ്ങൾ, 150 മിനിറ്റ്. മനസ്സിലായോ ബിന്ദു ടീച്ചറെ ഞാൻ ഈ പറഞ്ഞത് കാര്യങ്ങൾ? ടീച്ചറിന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? തീർച്ചയായും. ഓക്കെ, സന്തോഷം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. 133 പേരുണ്ടായിട്ട് ഒരാൾക്ക് മാത്രമാണോ സംശയമുള്ളത്? ആർക്കുമില്ല? പറയൂ ഷാഹിദ ടീച്ചർ, പറഞ്ഞോളൂ. കാറ്റഗറി 1 ഉം 2 ഒന്നിച്ച് എഴുതാൻ പറ്റുമോ? പറ്റും. നോർമൽ പരീക്ഷയാണെങ്കിൽ കാറ്റഗറി 1ഉം 2ഉം ഒരുമിച്ച് എഴുതാൻ പറ്റും. ഇനി പൊതുപരീക്ഷ നടക്കുമ്പോൾ മാത്രമേ അത് പറ്റുള്ളൂ. സ്പെഷ്യൽ പരീക്ഷയാണെങ്കിൽ സാധാരണ നമ്മൾ ഏത് ലെവലിലാണോ പഠിപ്പിക്കുന്നത് അത് മാത്രമേ എഴുതാൻ പറ്റൂ. പിന്നെ സിസ്റ്ററിന് എന്തോ സംശയം ഉണ്ടല്ലോ? ഷീന മരിയ സിസ്റ്ററിന് വിട്ടു പോവാനുള്ള സിസ്റ്റർ ഒന്നും കൂടെ പറഞ്ഞേ. എന്തോ കേട്ടില്ല. ഗ്രൂപ്പിലെ രജിസ്ട്രേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് പറയുമോന്ന് നമ്മള് ജോയിൻ ചെയ്യാനാണോ? ഫീസ് അടക്കേണ്ടതും രജിസ്ട്രേഷൻ അതിന് നിങ്ങൾക്ക് ഇതിലൊരു നമ്പർ ഞാൻ വട്ടത്തിൽ ഇട്ടേക്കുന്നുണ്ട്. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. 94 95 177 417. ഈ നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടിട്ട് എനിക്കൊരു അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ അഡ്മിഷൻ ആയി. ഇപ്പൊ നമുക്ക് ഈ ബാച്ചിലേക്ക് ഇനി 27 പേർക്കോടെ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ബാച്ചിലേക്കുണ്ട്. സാറേ ഒരു സംശയമുണ്ട്. ഈ നോട്ടുകളെല്ലാം PDF ആയിട്ട് തരുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ മൊബൈലിൽ നോക്കി എഴുതി എടുക്കേണ്ട വരുമോ? മൊബൈലിൽ നോക്കി എഴുതിയെടുക്കേണ്ട വരില്ല സാറേ. കാരണം നമ്മളെല്ലാം ഈ ക്ലാസ്സിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതി കൊടുക്കാറുണ്ടോ? ഉണ്ട്. എഴുതി അവരുടെ ബുക്കിലാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. ബോർഡിൽ എഴുതി കൊടുത്തിട്ട് പറയും ഇത് നിങ്ങൾ എഴുതി എടുത്തോളൂ എന്ന് പറയും. ശരിയല്ലേ? അതുപോലെ നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ വെച്ചിട്ട് പറയും സാറേ ദേ ഇന്ന കാര്യം, ഇത് കോഴ്സ് ഔട്ട്ലൈൻ ഹെഡിങ് കൊടുത്തോ, കേട്ടറ്റ് കാറ്റഗറി 1 ഇന്നതാണ് അതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ തന്നെ പറയും. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ നമ്മൾ സമയവും തരും. പിന്നെ നമ്മൾ ഇതുപോലെ ക്ലാസ്സിൽ എടുക്കുന്ന ഈ PPT-കൾ ഇപ്പൊ ഞാൻ PPT പ്രസന്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കണക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയല്ല, അല്ലാതെ ഞാൻ എടുക്കുമ്പോൾ ഞാൻ PPT വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇതേ PPT നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് പിന്നീട് വേണം എഴുതിയെടുക്കാം. ഇനി അല്ലെങ്കിൽ ഇതേ PPT നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഏത് വിഷയമാണോ ആ വിഷയത്തിന്റെ അകത്ത് കാണും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എഴുതി നോക്കാം. എഴുതിയെടുക്കാത്തത് പോയി എഴുതിയെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമ്മളെല്ലാ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ സമയമുള്ളപ്പോൾ ആ ക്ലാസ് ഒന്ന് കേട്ടിട്ട് എവിടെയാണോ വിട്ടുപോയത് ആ ഭാഗം മാത്രം ഓടിച്ചൊന്ന് കേട്ടിട്ട് അവിടെ നിങ്ങൾക്ക് വിട്ടുപോയ ചോദ്യങ്ങളോ എന്താ ഉത്തരങ്ങളാണെങ്കിലോ അത് എന്താണോ അത് നിങ്ങൾക്ക് നോക്കി എഴുതിയെടുക്കാം. പിന്നെ ചില ടീച്ചർമാർ നിങ്ങൾക്ക് നോട്ട് തരും. കാരണം അവർക്ക് ഒരുപാട് ഇപ്പൊ EVS ഒക്കെ ഒത്തിരി പഠിപ്പിക്കാനുണ്ട്. അവർക്കത് മുഴുവൻ നിങ്ങളെ കൊണ്ട് അന്നേരം എഴുതിയെടുപ്പിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അത് PDF ആയിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. എന്നിട്ട് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അലമാരി വെച്ച് പൂട്ടാന്നല്ല, നിങ്ങൾ അതൊന്ന് എഴുതി നിങ്ങളുടെ ബുക്കിലേക്ക് മാറ്റുക. ഓക്കെ. ബിഎഡുകാർക്ക് കേട്ടറ്റ് 1 എഴുതാൻ പറ്റുമോ? ബിഎഡുകാർക്ക് കേട്ടിട്ട് 1 എഴുതാൻ പറ്റില്ല. മായ ടീച്ചറിന് എന്തോ സംശയം ഉണ്ടല്ലോ? മായ പി പണിക്കർ മൈക്ക് ഓൺ ആക്കിയായിരുന്നു. ഇല്ല സാറേ, എനിക്ക് ഏകദേശം എല്ലാം ക്ലാരിഫൈഡ് ആണ്. ലേറ്റ് ആയി കേറാനായിട്ട്. റെക്കോർഡഡ് വരും. ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. ടീച്ചർ അഡ്മിഷൻ എടുത്തല്ലേ, നമ്മൾ ഇന്ന് സംസാരിച്ചല്ലേ ഇത്? അതെ. യെസ്, നമ്മുടെ ഗ്രൂപ്പിൽ വരും. കുറച്ച് ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. ഇനി ക്ലാസ് മൺഡേ അല്ലേ സാറേ? ഇനി തിങ്കളാഴ്ച മുതൽ നമ്മൾ ഔപചാരികമായിട്ട് വിഷയം എടുത്തു തുടങ്ങും. അതിന് മുമ്പ് നിങ്ങൾക്ക് നാളെ കൊണ്ട് ആപ്ലിക്കേഷൻ ഒക്കെ റെഡിയാക്കി തരും. നാളെ മറ്റന്നാളും കൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എല്ലാം റെഡിയാക്കി സെറ്റ് ആക്കി തരും. എന്നിട്ട് തിങ്കളാഴ്ച തൊട്ട് പിന്നെ അങ്ങനെ അങ്ങ് പോവുള്ളൂ. പിന്നെ നമ്മൾ പേഴ്സണലി പരിപാടികളൊന്നുമില്ല, ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ മാത്രം. ഓക്കെ. സിസ്റ്റർ ട്രീസ ജോൺ SH
എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് ഓൺ ആക്കിയായിരുന്നു. വെറുതെ ഓൺ ആക്കിയതാണ്, അറിയാതെ ഓൺ ആക്കിയതാണ്. ഓക്കെ സാറേ ഒരു സംശയം. ആ ചോദിച്ചോ സിസ്റ്ററെ, പറഞ്ഞു. ഒരു മിനിറ്റ്, സിസ്റ്ററിന്റെ സംശയം തീർത്തിട്ടാട്ടെ ബിന്ദു ടീച്ചറിന്റെ സംശയം പറഞ്ഞു. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനും കേട്ടിട്ട് എഴുതാമല്ലോ. അവർക്ക് കാറ്റഗറി ഈ പറയുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് പഠിപ്പിക്കുന്നത് UP-യിലാണെങ്കിൽ കാറ്റഗറി 2ഓ 1ഓ എഴുതാം. ഇനി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആ വേണ്ടെങ്കിൽ അത് കാറ്റഗറി 4 ഉണ്ട്, അത് എഴുതും. കാറ്റഗറി 4 തന്നെ എഴുതാമല്ലേ? ആ അല്ലാതെ നിങ്ങൾ ശരിക്കും കാറ്റഗറി 4 നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ LP-യിലോ UP-യിലോ ആയിരിക്കുമല്ലോ, സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ? നോർമലി ഇപ്പൊ നോർമൽ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എന്തോ നോർമൽ സ്കൂളിൽ കയറാൻ വേണ്ടി നോക്കാൻ വേണ്ടിയായിരുന്നു. അതിന് ടീച്ചർ ഇപ്പൊ ഏതാ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വല്ലതും പഠിച്ചതാണോ, അതോ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ പ്രത്യേകം കോഴ്സ് വല്ലതും എടുത്ത് പഠിച്ചതാണോ? ഇംഗ്ലീഷ് ഡിസബിലിറ്റിയുടെ കോഴ്സ് എടുത്താണ്, DEd എടുത്താണ്. DEd നിങ്ങൾക്ക് കാറ്റഗറി 1ഓ 2ഓ നിങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ട് എഴുതാലോ. ഓക്കെ 2 എഴുതാമല്ലോ അല്ലേ? ഓ എഴുതാമല്ലോ. ഡിഗ്രിയുടെ 2 എഴുതാൻ പറ്റുമല്ലേ? ഉണ്ട്, എഴുതാൻ പറ്റും. അപ്പൊ സ്പെഷ്യൽ സ്കൂളുകളിൽ UP വിഭാഗത്തിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം. നോർമൽ സ്കൂളിൽ UP വിഭാഗത്തിൽ പഠിപ്പിക്കാം. DEd ആയതുകൊണ്ട് അല്ല, സ്പെഷ്യലും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സാറേ ഒരു സംശയം, എനിക്ക് TTCയും BEdും ഉണ്ട്. അപ്പൊ കാറ്റഗറി 1 എഴുതാം, കാറ്റഗറി 2 എഴുതാം, കാറ്റഗറി 3 എഴുതാം, എല്ലാം എഴുതാം അല്ലേ? പിന്നെ ഏതെങ്കിലും ഒന്ന് എഴുതി എടുത്താച്ചാ മതി. പക്ഷെ നമുക്ക് സ്പെഷ്യൽ പരീക്ഷ വരുമ്പോ ടീച്ചർ ഇപ്പൊ ഏതിലാ UP-യിലാണ് പഠിപ്പിക്കുന്നെങ്കിൽ അത് മാത്രമേ ടീച്ചർ എഴുതാൻ പറ്റും. അപ്പൊ ടീച്ചറിന് UP-യിലാണെങ്കിൽ ടീച്ചറിന് കാറ്റഗറി 1ഓ കാറ്റഗറി 2ഓ എഴുതാൻ പറ്റത്തുള്ളൂ. അതിന് TTC ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായിരിക്കും ടീച്ചർ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ എന്താണ് ഈ സ്പെഷ്യൽ പരീക്ഷ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ ചട്ടപ്രകാരം തന്നെയാണ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ അത് കൃത്യം വെരിഫിക്കേഷൻ ഒക്കെ നടത്തി തന്നെയാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് DO ഓഫീസിൽ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ നമ്മുടെ സർവീസ് ബുക്ക് ഒക്കെ ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ നോക്കും, അമ്പടി കള്ളി കാറ്റഗറി 3 വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ UP പഠിപ്പിക്കുന്ന ആളെങ്ങനെയാ ഈ കാറ്റഗറി 3 എഴുതുന്നതെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ റിജക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഏത് ലെവലിലാണോ ആ ലെവലിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ. ഓക്കെ സാർ, താങ്ക് യു. BEdകാർക്ക് കാറ്റഗറി 2 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? 3 എഴുതാം. 3 ആണ് നിങ്ങൾക്ക് ശരിക്കും എഴുതേണ്ടത്. 3-ല് പക്ഷേ ഹൈസ്കൂളിലേക്ക് വേണ്ടിയിട്ട്. ഹലോ സർ. പറഞ്ഞു. ഹിമാലയ. SCERT പാഠപുസ്തകങ്ങളെ പഴയതൊക്കെ വേണോ? എത്ര വർഷം മുമ്പത്തൊക്കെ വേണ്ടി വരും? അത് ഇപ്പൊ ഞങ്ങള് നിലവിൽ പഠിപ്പിക്കുന്നതാണോ വേണ്ടത്? അത് ശരിക്കും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. അതിന്റെ കഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാഠപുസ്തകങ്ങളിൽ നിന്ന് കൃത്യമായിട്ടും ചോദിക്കുന്ന ഒരു രീതിയൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാലും ഈ EVS ഒക്കെയാണ് അങ്ങനെ ചോദിക്കല്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പാഠപുസ്തകങ്ങൾ നമുക്ക് അങ്ങനെ വന്നേ പിന്നെ പരീക്ഷകൾ ഒരെണ്ണം മാത്രമേ വന്നുള്ളൂ. അത് ഒരെണ്ണം വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പഴയ പാഠപുസ്തകങ്ങളിലെ ഈ പരിസര പഠനം അല്ലെങ്കിൽ സയൻസ് ഭാഗങ്ങളിലൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുന്ന കോളങ്ങളിലൊക്കെ കൊടുത്തേക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സസ്യങ്ങളെ കുറിച്ച്, പൂമ്പാറ്റകളെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങൾ അവിടെ നിന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന 1 മുതൽ ഈ കാറ്റഗറി 1 ആണെങ്കിൽ 1 മുതൽ 8 വരെ അല്ലെങ്കിൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ അരിച്ചു പെറുക്കിയാലാണ് നമുക്കൊരു 2ഓ 3ഓ ചോദ്യങ്ങളെങ്കിലും അതിൽ നിന്ന് കിട്ടുക. അതിലും നല്ലത് നമ്മുടെ DLEDന്റെ പാഠപുസ്തകങ്ങളുണ്ട്. SCERTയുടെ സൈറ്റിലുണ്ട് DLED. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് കിടപ്പുണ്ട്. ആപ്ലിക്കേഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറി സ്റ്റഡി മെറ്റീരിയൽസിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും DLEDന്റെ പാഠപുസ്തകങ്ങൾ. അതിന്റെ അകത്ത് പരിസര പഠനം ഉണ്ട്. അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. കാരണം അതിന്റെ അകത്തുനിന്ന് മറ്റേ പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ വരുന്ന സാധനങ്ങള്, അതുപോലെ അങ്ങനെ സ്ഥിരം ആവർത്തിച്ചു വരുന്ന കുറെ ചോദ്യങ്ങൾ അതിൽ നിന്നാണ് വരല്. ഓക്കെ സർ. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിംഗ് ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ അടുത്ത് എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യും. ഓക്കെ സർ. നമ്മളിപ്പോ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പ്ലാന്റ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ ടോപ്പിക്ക് പഠിച്ച് പിറ്റേ ദിവസം നമ്മൾ അതിന്റെ പരീക്ഷ നടത്തി. ഓക്കെ സർ, താങ്ക് യു. ശരി സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ UP-യിലാണ് പഠിപ്പിക്കുന്നത്. BEd ആണ്. സെറ്റ് ഉണ്ട്. അപ്പൊ നമുക്കത് നിലവില് ഇളവൊന്നും കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ സെറ്റ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല ടീച്ചറെ.
പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ നമ്മുടെ സീറ്ററ്റ് ഒന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതായത് സീറ്ററ്റിൽ 2 ലെവലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എലമെന്ററിയും, രണ്ടെന്ന് പറയുന്നത് പ്രൈമറി. അപ്പൊ ശരിക്കും ഈ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹൈസ്കൂൾ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചില ആളുകൾ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്, നമുക്ക് വിദഗ്ധമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല. ചില ആൾക്കാർ പറഞ്ഞു വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 6 മുതൽ 8 വരെ പഠിപ്പിക്കാൻ ഈ എലമെന്ററി സ്റ്റേജിലുള്ള കേട്ടറ്റ് കാറ്റഗറി 1 അല്ലെങ്കിൽ കാറ്റഗറി 2 അല്ലെങ്കിൽ സീറ്ററ്റ് 2 വേണമെന്നാണ് പറയുന്നത്. അതിന് ഈ പറയുന്ന സെറ്റ് പറ്റൂല എന്ന് പറയുന്ന ആ ഒരു രീതിയുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാനല്ല പറഞ്ഞത്, പലരും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ ശരിക്കും സീറ്ററ്റ് അങ്ങനെയാണ് നടത്തുന്നത്. നമ്മള് സീറ്ററ്റ് എഴുതിയെടുത്താലോ? അപ്പൊ സീറ്ററ്റ് എഴുതിയെടുത്താൽ മതി. സീറ്ററ്റ് ഉള്ളവരെ കേട്ടറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണം മതി. സെറ്റ് ഒഴിവാക്കിയിട്ടില്ല, അത് ചുമ്മാ പറയണതാണ്. സെറ്റ് ഒഴിവാക്കി, നെറ്റ് ഒഴിവാക്കി, PhD ഒക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അത് ആരാ പറയണേ? ഇത്രയും കഷ്ടപ്പെട്ട് 5 വർഷം അവര് അതിന്റെ റിസർച്ചും കഴിഞ്ഞ് പോയി സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ടിരുന്നവരെ ഒറ്റ ദിവസം അങ്ങോട്ട് ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യ? അങ്ങനെയൊന്നും നടക്കില്ല. അധിക യോഗ്യതയുള്ളത് ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, അതൊന്നും ഒഴിവാക്കില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ അത് ഈ പറയുന്ന പോലെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ എന്താ പറയുന്നത്, പഴുത്തില വീഴുമ്പം പച്ചല ചിരിക്കും എന്ന് പറഞ്ഞ പോലെ കേട്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് സർവീസിലുള്ളത്. അവര് ഈ ഒരു കിട്ടിയ അവസരം വന്നപ്പോ കേട്ടിട്ടില്ലാത്തവർക്കിട്ട് ഒന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ട് അന്ന് തന്നെ ടപ്പേന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ അങ്ങോട്ട് കീച്ചി. അതപ്പം സുപ്രീം കോടതി വിധിക്കാത്താണോ പറഞ്ഞത്? ഇതിപ്പോ കേട്ടവർക്കും ആശങ്ക, കണ്ടവർക്കും ആശങ്ക, അടുത്തു നിന്നവർക്കും ആശങ്ക എന്ന് പറഞ്ഞ തരത്തിലായിട്ട് നമ്മുടെ സർക്കാർ കൃത്യമായിട്ടൊരു സ്പഷ്ടീകരണം അതിന് ഇറക്കും. നമ്മൾ അതുവരെ ഈ പറയുന്ന പോലെ ഈ അവരും ഇവരും പറയുന്ന കേൾക്കണ്ട. നമ്മൾ ഈ പരീക്ഷയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇതിപ്പം വേണമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാലും ഒരു അധിക യോഗ്യതയായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ, ഒരു ടെറ്റ് സർട്ടിഫിക്കറ്റ്. അത്രേ അതിനുവേണ്ടിയാണ്. ഇനി ഇത് എപ്പോ വേണമെങ്കിലും ചിലപ്പോ ഇത് വേണമെന്ന് വെക്കാം, അതുപോലെ ഇത് വേണ്ടാന്ന് വെക്കാം. ഇതൊക്കെ ഓരോ ഇപ്പൊ നമ്മുടെ ഇനി വിശാല ബെഞ്ചി കേസ് പരിഗണിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ടെന്നും കൊടുക്കുന്നുണ്ടെന്നും കൊടുക്കുവാണെന്നും കൊടുത്തു എന്നും ഒക്കെ പറയുന്നു. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്കത് മുമ്പോട്ട് പോകാം. പക്ഷെ ഇപ്പൊ എന്തായാലും വരാൻ പോകുന്ന സ്പെഷ്യൽ പരീക്ഷ ഒരെണ്ണം പ്രഖ്യാപിക്കുമ്പോൾ എന്തായാലും അത് നമുക്ക് നല്ലതിനാണെന്ന് കരുതി ചുമ്മാ ഒന്ന് എഴുതി നോക്കുക. UP വർക്ക് ചെയ്യുമ്പോ കാറ്റഗറി 3 എഴുതാം അല്ലേ? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതാത് ലെവലിലുള്ളത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റൂല, അത് അവർ റിജക്ട് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. കണ്ണൂര്, കോഴിക്കോടൊക്കെ അതുപോലെ തന്നെ എന്താണ് കുറെ DO ഓഫീസിൽ വണ്ടൂര് അവരൊക്കെ അത് റിജക്ട് ചെയ്തു. അവർ കണ്ടുപിടിക്കും, കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അവർ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം, ആ നോട്ടിഫിക്കേഷൻ പറയുന്നത് പ്രകാരം മാത്രമേ അവർ ചെയ്യൂ. അല്ലാതെ നമ്മള് ഓടിക്കൊണ്ടേ കൊടുത്താലൊന്നും അവരങ്ങനെ ചെയ്യൂല. സാറേ ഒരു സംശയം. ലിൻസി ടീച്ചറിന്റെ സംശയം കേട്ടിട്ടായാലോ? ഹിമ ടീച്ചറിന്റെ സംശയം. ലിൻസി ടീച്ചർ കുറച്ചു നേരമായി മൈക്ക് ഓൺ ആക്കിയിട്ടിട്ട്. കേട്ടറ്റ് 2 പകരം സീറ്ററ്റ് 2 മതി പറഞ്ഞത്. മതി മതി മതി. കേരളത്തിലോ? ഓ, സീറ്ററ്റ് 2 ഉണ്ടെങ്കിൽ കേട്ടറ്റ് 2 വേണ്ട. ഓ ശരി. ഇതല്ല, നമ്മുടെ സർക്കാരിന്റെ ഓർഡറിൽ തന്നെ ഉണ്ടല്ലോ, ഇതല്ലേ പറഞ്ഞേക്കുന്നത്. സീറ്ററ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് 1 നിന്നും സീറ്ററ്റ് എലമെന്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് 2 നിന്നും ഒഴിവാക്കാവുന്നതാണ്. സാറേ എന്റെ സംശയം ഇതാണ്, കേട്ടറ്റ് 3 ഉള്ളവർക്ക് UP സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. ഇവിടെ അതെന്താ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അതെ, മൂന്നാമത്തേത് വായിച്ചു നോക്കിയേ. കേട്ടറ്റ് 3 കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. അത് ഞാൻ വായിച്ചായിരുന്നു, അത് സാറ് പറയുന്നതും കേട്ടു. പക്ഷെ ചിലരിപ്പോഴും പറയുന്നുണ്ട് അത് UP. നമുക്ക് സർക്കാർ ഉത്തരവുള്ളപ്പം ഈ കേട്ടറ്റുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് പറയേണ്ടത് ഹൈക്കോടതിയാണ്. ഇത് ഈ നോട്ടിഫിക്കേഷന്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇതിന്റെ ഏറ്റവും അവസാനം പറയേണ്ടത്. നിങ്ങൾ കേട്ടറ്റ് 3 പാസ്സായിട്ട് നിങ്ങൾക്ക് UP ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ UP ഒരു സാലറി അരിയർ പാസ്സാക്കാനോ ഇല്ലെങ്കിൽ UP ഒരു മറ്റെന്തെങ്കിലും പ്രശ്നം വരുമ്പോ അത് ഈ കേട്ടറ്റ് 2 ഇല്ലാത്തത് കൊണ്ടാണ് ഇത് റിജക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവര് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പറുമായിട്ട് നേരെ ഹൈക്കോടതിയിലേക്ക് എന്താ, എനിക്ക് കേട്ടറ്റ് കാറ്റഗറി 3 ഉള്ളതാണ്, സർക്കാർ ഉത്തരവ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാ പാസ്സാക്കി ഇത് റിജക്ട് ചെയ്തതെന്ന് ചോദിക്കും. മനസ്സിലായോ? അല്ലാതെ നമ്മളങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നും. സർക്കാർ ഉത്തരവുള്ളിടത്തോളം
നമുക്കൊന്നും പേടിക്കാനില്ല. സർക്കാരിന് മേലെയൊന്നും അല്ല നമ്മളോട് ഈ കുശുമ്പും കുന്നായ്മയും കുത്തിവെക്കുന്ന ആൾക്കാർ. നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ കൃത്യസമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഓർഡറുകൾ ഇറക്കി തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ അങ്ങ് മുമ്പോട്ട് പോവുക. സർക്കാർ ജീവനക്കാരാണെങ്കിൽ മുമ്പോട്ട് പോവുക, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. സംശയങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. സാറേ എമ്മട്ട് പരീക്ഷയുടെ സ്ഥിതിയും അങ്ങനെയൊക്കെ തന്നെയാണോ? അതെ സാറേ, എമ്മട്ട് പരീക്ഷയുടെയും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിന്റെ അകത്തും വേറെ വ്യത്യാസങ്ങളൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. നമസ്കാരം സർ. നമ്മൾക്ക് ഇപ്പൊ സർവീസിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേ രീതിയിലുള്ള ക്ലാസ് തന്നെയല്ലേ ലഭിക്കുക? സർവീസിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലത്തെ ക്ലാസ്സുകളാണ്. പക്ഷെ സർവീസിലുള്ളവർക്ക് നമ്മൾ കുറച്ചുകൂടി ക്ലാസ്സുകൾ കൂടുതൽ കൊടുക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഇപ്പം ഒരു ഇതിൽ അങ്ങനെ കുറെ നാളുകളായിട്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് നമ്മൾ കുറച്ച് കുറച്ച് കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. 10 ക്ലാസ് മറ്റവർക്ക് എടുത്താൽ മതിയെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇവർക്ക് 15ഓ 18ഓ ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മാറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ ഈ 4ാമത്തെ ബാച്ചില് നമ്മളൊരു 4 കുട്ടികൾ ഈ കാറ്റഗറി 1 എഴുതാനോ 2 എഴുതാനോ വേണ്ടിയിട്ട് സർവീസിൽ ഇല്ലാത്തവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞു ധൈര്യമായിട്ടും ജോയിൻ ചെയ്തോളൂ. കാരണം നമുക്ക് അവർക്ക് കൂടുതലേ കിട്ടുള്ളൂ, കുറവ് ഒരിക്കലും കിട്ടില്ല. മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർമാര് 10 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ക്ലാസ് ഇവിടെ ചിലപ്പോൾ 15 മണിക്കൂർ എടുക്കും. പക്ഷെ സിലബസ് ഒന്ന് തന്നെയാണ്. സിലബസിൽ ഇതുവരെ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ഞാൻ ജോയിൻ ചെയ്തതായിരുന്നു. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഒരു സംശയം. ഓക്കെ, നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണല്ലോ ജോയിൻ ചെയ്യിപ്പിച്ചത്. അതെ അതെ, ശരി. നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടമേ കിട്ടുള്ളൂ, ഒരിക്കലും കോട്ടം കിട്ടൂല. നിങ്ങളുടെ പരീക്ഷ വരുമ്പോ അത് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും, അതിനുശേഷം നിങ്ങളെ പിരിച്ചു വിടും. അതിനി എപ്പോഴായാലും. താങ്ക് യു സർ. ഓക്കെ. എന്നാൽ നമുക്ക് പിരിഞ്ഞാലോ? അപ്പൊ നിങ്ങൾ ഇത്രയും നേരം നമ്മളെ ശ്രവിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെങ്കിൽ ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ ക്ലാസ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. എനിക്കറിയാവുന്ന കൊച്ചറിവുകളിൽ നിന്നും എനിക്കറിയാവുന്ന സർക്കാർ ഉത്തരവുകളിൽ നിന്നുമാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. അല്ലാതെ മറ്റൊരാളെ പരിഹസിക്കാനോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് അതിൻ്റെതായ രീതിയിൽ മാത്രം നിങ്ങൾ കാണുക. ഇത് നമ്മൾ ഓൺലൈനിൽ വിടുന്നുണ്ട്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഇനി സാർ അങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റപ്പാടിനും ബോളത്തിനൊന്നും പോകണ്ട. കൃത്യം ഞാൻ സർക്കാർ ഓർഡറുകൾ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. ആ രീതിക്ക് തന്നെയായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകേണ്ടതും. കാരണം നമുക്ക് നമ്മുടെ മുൻപിൽ നല്ലൊരു നേതാവ് നയിക്കാനുണ്ടെങ്കിൽ അയാളെ കടന്ന് നമ്മൾ പോയിട്ട് കാര്യമില്ല, അയാളുടെ പുറകെ പോകുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെ? അപ്പം അത്രയും നല്ല ഓർഡറുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഇറക്കി തന്നേക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഈ നമ്മളോട് കുശുമ്പുള്ളവരും കുന്നായ്മയുള്ളവരും തയ്യാറാക്കി തരുന്ന നോട്ടുകളോ അല്ലെങ്കിൽ അതുപോലെ അവർ തരുന്ന മെസ്സേജുകളോ അവരുടെ വാക്കുകളോ കേട്ട് നമ്മൾ ഒതുങ്ങി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ നല്ല ശക്തവും വ്യക്തവുമായിട്ടുള്ള ഓർഡറുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റിന് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, സീടെറ്റിന് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഗൂഗിള് ഇപ്പൊ നമുക്ക് അറിയാവുന്ന സാധനമാണ്. അതിൽ കയറി ചുമ്മാ കേട്ടറ്റ് സീടെറ്റ് എന്ന് അയച്ചു കൊടുത്താൽ അവരുടെ സൈറ്റിലോട്ട് കയറി പോവും. അവിടെ ഈ ഓർഡറുകളെല്ലാം കിടപ്പുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ ഈ ഓർഡറൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിലും നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിന്റെ അകത്ത് ഈ പറയുന്ന എല്ലാ ഓർഡറുകളും അവർ വെച്ചിട്ടുണ്ട്. പരീക്ഷകളെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ വെച്ചിട്ട് എടുത്ത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണമായെങ്കിൽ അതിൽ ഞാനും വിദ്യാവീതിയും സന്തോഷിക്കുന്നു. ഇനി അല്ല എങ്കിൽ നിങ്ങളുടെ ഈ കുറച്ച് സമയം എടുത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വിദ്യാവീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് പോകാം. ഓക്കെ, താങ്ക് യു.